ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ഇന്ന് നമ്മൾ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. എന്റർപ്രണർഷിപ്പ് എന്ന് പറയുന്ന തലത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ ബിസിനസ് ആരംഭിക്കാം, എന്തൊക്കെയാണ് അതിനുള്ള സ്കീമുകൾ, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് മറ്റൊരു പാർട്ട്, ദാറ്റ് ഈസ് എന്റർപ്രണർ സപ്പോർട്ട് സിസ്റ്റം, ESS. എന്താണത്, എങ്ങനെയാണത് ഒരു എന്റർപ്രണർ അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം എങ്ങനെയാണത് ഉപയോഗിക്കപ്പെടുന്നതെന്ന് നമ്മളോട് സംസാരിക്കുന്നത് ലോറൻസ് സാറാണ്. ലോറൻസ് സാറ് കോട്ടയം ഡിസ്ട്രിക്ട് അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് ഓഫീസറാണ്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എന്റർപ്രണർഷിപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും മാർഗദർശകമായി അനേകം ആർട്ടിക്കിളുകൾ എഴുതുന്നു, ഒത്തിരി ക്ലാസ്സുകൾ നടത്തുന്നു. വളരെ ആത്മാർത്ഥമായി എങ്ങനെ ഒരു സംരംഭത്തെ വിജയിപ്പിക്കാം, എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകും, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ സാറ് പ്രത്യേകിച്ച് നമ്മുടെ പ്ലാറ്റ്ഫോമിലും അല്ലാതെ പൊതുവായിട്ടും ഒക്കെ ഒത്തിരി ക്ലാസ്സുകൾ എടുക്കും. കോട്ടയം സ്വദേശിയായ ലോറൻസ് മാത്യു സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ്. ലോറൻസ് സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാർ. എൻ്റെ സ്ലൈഡ് കാണാമല്ലോ അല്ലേ? കാണാം. ഓക്കെ, നമുക്ക് സ്ട്രൈറ്റ് അവേ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പം ഇതിപ്പോൾ എനിക്ക് തോന്നുന്നൊരു 4-5 ക്ലാസ് ആയെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? അഞ്ചാമത്തെയാണ്. അതിനിടയ്ക്ക് ഈ 4 ക്ലാസ്സുകളിലും നമ്മൾ പറഞ്ഞു വെച്ചൊരു സംഗതിയുണ്ട്. ദർ ആർ 3 കൈൻഡ്സ് ഓഫ് ബിസിനസ്. ഒന്ന് പ്രൊഡക്ഷൻ ആവും, ഒന്ന് സർവീസ് ആവാം, ഒന്ന് ട്രേഡ് ആവാം. അപ്പം സർക്കാരിൻ്റെ പല സബ്സിഡി സ്കീമുകളും വ്യക്തമായിട്ട് നമുക്ക് അറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ സംരംഭം ഏതാണെന്നനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ ഒരു സ്കീം, എന്റർപ്രണർ സപ്പോർട്ട് സ്കീം എന്ന് പറയുന്നത് 2012 കേരള സർക്കാർ ആവിഷ്കരിച്ച ഒരു സ്കീമാണ്. നിങ്ങൾക്ക് നെറ്റിൽ ഇതിൻ്റെ ഗൈഡ് ലൈൻ കിട്ടും. ഇതുകൊണ്ട് 70 പേരൊക്കെ ഉള്ളൊരു വലിയൊരു ഗൈഡ് ലൈൻ കിട്ടും. അപ്പം വലിയൊരു ഉൽപാദന മേഖലയിലുള്ള സംരംഭങ്ങൾക്ക് മാത്രമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. സർവീസിനോ ട്രേഡിനോ ഇതിനകത്ത് യാതൊരു റൂളാണ്. അപ്പൊ ഒരു പ്രൊഡക്ഷൻ ആയിട്ടുള്ള പ്രോഡക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള, അതായത് ഏതെങ്കിലും റോ മെറ്റീരിയൽ പ്രോഡക്റ്റ് ആയി മാറുന്ന ഒരു സംവിധാനത്തിൽ മാത്രമേ ഈ സ്കീമിന് പ്രസക്തിയുള്ളൂ. അപ്പൊ ഇത് വിവിധ ഘട്ടങ്ങളിൽ സർക്കാർ സബ്സിഡി നൽകുന്ന ഒരു സ്കീമാണ്. ഇതൊരു ഒരു ലോണല്ല. ഇത് സർക്കാർ നമ്മൾക്ക് സംരംഭകർക്ക് അടയ്ക്കേണ്ടതാത്ത, തിരിച്ചു വേണ്ട, റിട്ടേൺ വേണ്ട, തിരിച്ചു തരേണ്ടാത്തായ ഒരു ഗിഫ്റ്റാണ് ഈ സ്കീം എന്ന് പറയുന്നത്. ഒരു ഗിഫ്റ്റാണ്. അത് ഉൽപാദന മേഖലയിലുള്ള സംരംഭങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ PMEGP എടുത്തപ്പോൾ ഒരു കാര്യം പറഞ്ഞത്, അത് വ്യക്തികൾക്കായിരിക്കണം PMEGP, പ്രൊപ്രൈറ്ററി ആയിട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഇത് പ്രൊപ്രൈറ്ററിക്ക് പറ്റും, പാർട്ട്ണർഷിപ്പിന് പറ്റും, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അപ്പം സംരംഭങ്ങളുടെ വിവിധ ഘട്ടത്തിലുള്ള സബ്സിഡിയാണ്. എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു പ്രൊജക്റ്റിനെ സംബന്ധിച്ച് 2 പോർഷൻ ഉണ്ട്. അതിൻ്റെ ക്യാഷിനെ സംബന്ധിച്ച് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുവാണെങ്കിൽ നമ്മളതിൻ്റെ ടേം ലോൺ എന്നും വർക്കിംഗ് ക്യാപിറ്റൽ എന്നും പറയും. ടേം ലോൺ എന്ന് പറഞ്ഞാൽ മെഷീനറി വാങ്ങിക്കാൻ വേണ്ടിയുള്ള ലോണാണ് മെയിനായിട്ടും ടേം ലോൺ എന്ന് പറയുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ റൺ ചെയ്യാനുള്ള, റോ മെറ്റീരിയൽ മേടിക്കാനായിട്ട്, നമുക്ക് സാലറി കൊടുക്കാനായിട്ട്, ഇങ്ങനെയുള്ള റണ്ണിങ് കോസ്റ്റാണ് ഈ വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മൾ PMEGP കണ്ടത് ഒരു സബ്സിഡി ബേസ് ചെയ്യുന്നത് വർക്കിംഗ് ക്യാപിറ്റലിനെയും അതിൻ്റെ ടേം ലോണിനെയും കൂടെ ഒരുമിച്ച് ചേർത്ത് വരുന്ന എമൗണ്ടാണ് പ്രൊജക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. PMEGPയിൽ ആ ടോട്ടൽ പ്രൊജക്റ്റ് കോസ്റ്റിന്റെ ബേസിലാണ് സബ്സിഡി. പക്ഷെ ഈ സ്കീമിൽ വർക്കിംഗ് ക്യാപിറ്റലിന് സബ്സിഡി ഇല്ല. ഈ സ്കീമിൽ ഫിക്സഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന് മാത്രമേ സബ്സിഡി ഉള്ളൂ.
ഫിക്സഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംരംഭത്തെ സംബന്ധിച്ച് ഇതൊക്കെ ഇത്രയും നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതെല്ലാം ഫിക്സഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതായത് ഞാൻ ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിൽ നിന്നും പൈസ മുടക്കി സ്ഥലം മേടിച്ചു. എനിക്കെൻ്റെ അപ്പനോ അമ്മയോ ഇഷ്ടദാനമായിട്ട് എഴുതിത്തരുന്ന ഭൂമിയല്ല. ഞാൻ സംരംഭം തുടങ്ങാനായിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത പൈസ ഉണ്ടെങ്കിൽ അത്. അടുത്തത്, ആ ഭൂമിയിൽ, എൻ്റെ പേരിലുള്ള ഭൂമിയിൽ അല്ലെങ്കിൽ സംരംഭത്തിന്റെ പേരിലുള്ള ഭൂമിയിൽ അതൊന്ന് നമുക്കറിയാം, ഇപ്പൊ JCB കൊണ്ടില്ല സ്ഥലമൊക്കെ ലെവൽ ചെയ്യാറ്. അപ്പൊ ഒരു ലാൻഡ് ഡെവലപ്മെന്റ്, സ്ഥലം ഒരുക്കൽ. ഇനി ഞാൻ അവിടെ ബിൽഡിങ് പണിതാൽ, ഇവിടെ ഒരു കാര്യം ഓർക്കുക, എൻ്റെ സ്വന്തം സ്ഥലത്ത് വേണമെന്നില്ല, ഞാനൊരു 10 വർഷത്തേക്ക് ഇപ്പൊ സാബു സാറിന്റെ കയ്യിൽ നിന്ന് സ്ഥലം ഞാൻ ലീസിന് എടുത്തിട്ടാണ് അവിടെ ഞാൻ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്, ബിൽഡിംഗ് പണിതെങ്കിൽ ആ ബിൽഡിങ്ങിന് എനിക്ക് സബ്സിഡി ക്ലെയിം ചെയ്യാൻ പറ്റും. പറഞ്ഞ മനസ്സിലായല്ലോ. മറ്റൊന്നും ഇവിടെ ഇടയ്ക്ക് ഡൗട്ടൊക്കെ വരുന്ന എനിക്ക് ഡൗട്ടൊക്കെ വരുന്ന പറഞ്ഞാൽ ഡൗട്ട് വരാൻ സാധ്യതയുള്ള മേഖലകൾ ഞാൻ തൊട്ട് പോകാം. അപ്പൊ ഒരിക്കലും പണ്ടൊരു ചേച്ചിയുടെ അടുത്തൊന്ന് ചോദിച്ചാണ്, ഞാൻ ഇതുപോലെ സംരംഭം തുടങ്ങാനായിട്ട് സബ്സിഡി കിട്ടും, എൻ്റെ ചേട്ടന്റെ പേരിലാണ് വസ്തു, ഞാൻ അവിടെയാണ് ബിൽഡിങ് കെട്ടുന്നത്, സബ്സിഡി കിട്ടും. ഞാൻ പറഞ്ഞു പറ്റത്തില്ല. നമ്മൾക്കത് എന്തുകൊണ്ട് പറ്റില്ല, എൻ്റെ ചേട്ടന്റെ പേരിലല്ലേ. ഞാൻ പറഞ്ഞു ചേച്ചി, ഈ ചേട്ടനും ചേച്ചിയൊക്കെ എന്നാണ് ചേട്ടനും ചേച്ചി അല്ലാതായി പോണെന്ന് എനിക്ക് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. പറഞ്ഞു മനസ്സിലായല്ലോ അല്ലേ. ഞാൻ തമാശക്ക് ചോദിച്ചു, ചേട്ടനും ചേച്ചിയും എന്നാണ് ചേട്ടനും ചേച്ചി അല്ലാതായി പോകും നമ്മളെങ്ങനെ അറിയുന്നത് എന്ന് പറഞ്ഞാൽ, സ്വന്തം ഹസ്ബൻഡിന്റെ സ്ഥലമാണ് അപ്പന്റെ സ്ഥലമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതേസമയം ഹസ്ബൻഡ് ഭാര്യയ്ക്ക് 10 വർഷത്തേക്ക് ലീസിന് ഈ സ്ഥലം എഴുതി എഗ്രിമെന്റ് ചെയ്ത് ലീസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ഥലത്ത് പണിയുന്ന ബിൽഡിങ്ങിന് സബ്സിഡിക്ക് എനിക്ക് ക്ലെയിം ചെയ്യാൻ അവകാശമുണ്ട്. അടുത്തത് ഓഫീസ് ഉപകരണം. അതിനിപ്പോൾ ഞാൻ വാടകയ്ക്ക് എടുക്കുന്ന ബിൽഡിംഗ് എന്ന് വെച്ചു, വാടകയ്ക്ക് എടുക്കുക, അവിടെ ഒരു പ്രശ്നമില്ല. വാടകയാണെങ്കിലും വാടക അല്ലെങ്കിൽ വാടകയ്ക്ക് എടുത്താലും എനിക്ക് എൻ്റെ മെഷീനറി ഞാൻ പൈസ കൊടുത്താൽ മേടിക്കുന്നത്, യന്ത്ര സാമഗ്രികൾ. വാടകയ്ക്ക് ഇത്ര വർഷമുണ്ട്. അതിപ്പോൾ ഞാൻ വാടക വീട്ടിൽ കൊണ്ടുവച്ചാലും കുഴപ്പമില്ല, വാടക അല്ലാത്ത ബിൽഡിങ്ങിൽ എൻ്റെ സ്വന്തം ബിൽഡിങ്ങിലോ ഒന്നും പ്രശ്നമില്ല. അതുപോലെ ഓഫീസ് ഉപകരണങ്ങൾ, അതുപോലെ ഞാൻ വൈദ്യുതീകരിക്കുന്നു, അതായത് വയറിങ്. വാടക അതിന് 1 വർഷം കാലാവധിയോ 10 വർഷമാണോ അതിന്? ഇല്ല സാറേ, 1 വർഷം മതിയാവും, പ്രശ്നമില്ല. ലീസ് വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. കാരണം വാടകയ്ക്കാണല്ലോ എന്താണല്ലോ നമുക്ക് യന്ത്ര സാമഗ്രികൾക്ക് നമ്മൾ കൊടുക്കുന്നുള്ളൂ സബ്സിഡി, ബിൽഡിങ്ങിന് കൊടുക്കുന്നില്ല. ലീസിനെടുത്ത ബിൽഡിങ്ങിന് സബ്സിഡി ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല, വേറെ ആരും പണിത ബിൽഡിംഗ് അല്ലേ. അതേസമയം 10 വർഷം പറയാൻ കാര്യം, 10 വർഷം സാറിന്റെ ഞാൻ ലീസിനെടുത്തിട്ട് ഞാൻ ആ 10 വർഷത്തേക്ക് ഞാനവിടെ എൻ്റെ പൈസ മുടക്കി ബിൽഡിങ് പണിയുക, ഇൻവെസ്റ്റ് ചെയ്യുക. അതുകൊണ്ടാണ് 10 വർഷത്തെ ലീസ് നമ്മൾ ചോദിക്കുന്നത്. കാരണം ഒരു കാര്യം, സാറിന് ഞാൻ 1 വർഷത്തേക്ക് ഞാൻ എടുക്കുന്നു, ഞാൻ ഒരു സ്ഥലം ലീസിനെടുത്തിട്ട് ഞാൻ അവിടെ ബിൽഡിങ് പണിതിട്ട് സർക്കാർ എനിക്ക് തരുന്നു സാമ്പത്തിക അനുവദിക്കുന്നു, സബ്സിഡി വരുമ്പോൾ 1.5 കൊല്ലം കഴിയുമ്പോൾ സാറിന് പറയാ, എൻ്റെ പൊന്നു സഹോദര ഈ സാധനം എടുത്തിട്ട് പോകോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ പണിയായി, ശരിയല്ലേ. അപ്പം ബിൽഡിങ് സാറിന്റെ കയ്യിൽ ഇരിക്കുകയും ചെയ്യും, സംരംഭം ഞാനാണ്, സർക്കാരിന്റെ പൈസ വെള്ളത്തിനായി വെച്ചു. അതുകൊണ്ടാണ് ഈ 10 വർഷത്തെ കാലാവധി. അതേസമയം റെന്റഡ് ആണെങ്കിലും എന്താണെങ്കിലും എടുത്തോണ്ട് പൊക്കളാൻ പറഞ്ഞാൽ ഞാൻ മെഷീനുമായിട്ട് ഇറങ്ങി പോണേ, എനിക്ക് വേറെ സ്ഥലത്ത് നിന്ന് തുടങ്ങണം. അപ്പൊ പ്രശ്നമില്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ. അതുപോലെ ജനറേറ്റർ, അതുമായിട്ടുള്ള എക്യുപ്മെന്റ്സ്, ഇൻവെർട്ടർ, മലിനീകരണ നിയന്ത്രണ ഉപകരണം. ഇപ്പോൾ ഒരു എഫ്ലുവന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പണിതു, അല്ല ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ വെച്ചു, അല്ലെ പൊല്യൂഷൻ കൺട്രോൾ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് മലിനീകരണ നിയന്ത്രണത്തിന് വേണ്ടി വെച്ചത്, അങ്ങനെയാണ്. അതുപോലെ ടെസ്റ്റിംഗ് എക്യുപ്മെന്റ്സ്, എഴുതാത്ത വന്നിട്ടുണ്ട്, പാക്കിംഗ് എക്യുപ്മെന്റ്സ്, അതൊക്കെ മെഷീനറി എല്ലാം വരുന്നതാണ്. ഇങ്ങനെയുള്ള വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ്. ഓഫീസ് ഉപകരണം എന്ന് പറയുമ്പോൾ അത് എസെൻഷ്യൽ ഓഫീസ് എക്യുപ്മെന്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. മേശ വരാം, കസേര വരാം, ലാപ്ടോപ്പ് വരാം. അതായത് ആ സംരംഭത്തിന്റെ വർക്കിങ്ങിന് നമ്മൾ നോക്കുമ്പോൾ സംരംഭത്തിന്റെ മുൻപോട്ടുള്ളതിന് ഇത് എസെൻഷ്യൽ ആണ് എന്ന് ഞങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ഓക്കെ, അതാണ് സംഭവം. ഇത്രയും കാര്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, സബ്സിഡി അവൈൽ ചെയ്യാം. ഞാനിത് ഓരോ ഘട്ടത്തിലും സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോകാനാണ് ആഗ്രഹിക്കുന്നത്, കാരണം ഇതൊരു കോംപ്ലിക്കേറ്റഡ് സാധനം. അപ്പൊ അതുകൊണ്ട് ഇത്രയും ഞാൻ പറയുന്നതിനും ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ സാർ ആദ്യം ചോദിച്ചത് നല്ല ചോദ്യമായിരുന്നു, അതുപോലെ എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്തൊക്കെയാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് ഞങ്ങൾ കണക്കൂട്ടുന്നതാണ് ഞാൻ പറയുന്നത്.
ക്ലിയർ ആണ് സാർ. ഓക്കെ, ക്ലിയർ ആണ് എന്ന് പറഞ്ഞാൽ ഇത്രയും സംഭവം സബ്സിഡി നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇനി ഇത് എത്ര രൂപയാണ് സബ്സിഡി ആയിട്ട് അനുവദിക്കുന്നത് പറഞ്ഞു. ഇവിടെ എഴുതിയിട്ടുണ്ട്, സാമ്പത്തിക സഹായത്തിന് പരിധി അനുസരിച്ച് സ്ഥിര നിക്ഷേപത്തിന്റെ 15% അല്ലെങ്കിൽ മാക്സിമം 30 ലക്ഷം എന്ന് പറഞ്ഞാൽ അത് ആർക്കും പറ്റും എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ജാതി മത പരിഗണനയില്ല, ജെൻഡർ പരിഗണനയില്ല, ഏജ് പരിഗണനയില്ല. അപ്പൊ ഇങ്ങനെയുള്ള ആർക്കും മാക്സിമം 15% എന്ന് പറഞ്ഞാൽ ഞാൻ 10 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയെങ്കിൽ ഈ 10 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയെങ്കിൽ ആ 10 ലക്ഷം രൂപയുടെ 15% ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഞാൻ മുമ്പോട്ട് വരുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ ഞങ്ങൾ കണക്കൂട്ടുന്നൊക്കെ ഞാൻ പറയാം. എനിവേ 10 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇത് പാർട്ടി പറയുന്നതല്ല, പാർട്ടി ക്ലെയിം ചെയ്യുന്നു. പക്ഷെ ഞങ്ങൾ കൊടുക്കുന്നത് 10 ലക്ഷം ഇൻവെസ്റ്റ്മെന്റ് ഞങ്ങൾ കണക്ക് കൂട്ടുന്നു. ഞങ്ങൾക്ക് കണക്കൂട്ടാൻ കുറച്ച് സ്ട്രാറ്റജി ഉണ്ട്, അല്ലെങ്കിൽ കുറച്ചൊരു ക്രൈറ്റീരിയ ഉണ്ട്. അങ്ങനെ 10 ലക്ഷം കണ്ടു, 10 ലക്ഷമാണ് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ കണക്കൂട്ടുക. ആ 10 ലക്ഷത്തിന്റെ 15% എന്ന് പറഞ്ഞാൽ 1.5 ലക്ഷം രൂപയാണ്. അത് കിട്ടും നമുക്ക്. തിരിച്ചു തരണ്ട, നിങ്ങൾ പറയുന്ന ഒരു കറണ്ട് അക്കൗണ്ട് കൊടുത്താൽ മതി, ആ കറണ്ട് അക്കൗണ്ടിലേക്ക് തരും, നമുക്ക് പൈസ തിരിച്ചു തരും. ഇനി ഒരു 20 ലക്ഷം ആണെങ്കിൽ അത് 3 ലക്ഷമായി മാറി. 1 കോടി ആണെങ്കിൽ എത്രയായി? 15 ലക്ഷമായി. 2 കോടി ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ 30 ലക്ഷമായി. 3 കോടി ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ 45 ലക്ഷം ആവും. പക്ഷെ കിട്ടില്ല, നമുക്കത് 30 ലക്ഷത്തിൽ സീലിംഗ്. ഇത്രയും ക്ലിയർ ആണ്. ഇനി അടുത്തത്, ഞാൻ ഈ സ്ലൈഡ് കഴിയുമ്പോൾ ഞാൻ ചോദിക്കേണ്ട എന്തെങ്കിലും ഉണ്ടാവും. അടുത്തത്, നമ്മൾ ഉള്ള ഈ സംരംഭകൻ വനിതയാണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ SC അല്ലെങ്കിൽ ST ഈ 2 വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും ആണ്, അല്ലെങ്കിൽ 45 വയസ്സിൽ താഴെയാണ് എന്ന് പറഞ്ഞാൽ സ്ത്രീ ആണെങ്കിൽ അവിടെ കമ്മ്യൂണിറ്റി നമുക്ക് വിഷയമില്ല. SCയോ ST ആണെങ്കിൽ ജെൻഡർ വിഷയമില്ല, ഏജ് വിഷയമില്ല. 45 വയസ്സിൽ താഴെയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അപേക്ഷിക്കുന്ന സമയത്ത് 46 വയസ്സാകാൻ പാടില്ല. 45 വയസ്സിൽ കയറി നിൽക്കാം, 46 ആകാൻ പാടില്ല. അങ്ങനെയാണ് ആണെങ്കിൽ നമുക്കവിടെ ജെൻഡർ വിഷയമില്ല, കമ്മ്യൂണിറ്റി വിഷയമില്ല. ഇവർക്ക് ഇനി അടുത്ത NRK, നോൺ റെസിഡന്റ് കേരള, ഇവർക്കെല്ലാം ഈ പറയപ്പെട്ട കാറ്റഗറിയിൽപ്പെട്ടവർക്ക് 25% ആകും. 15 എന്നുള്ളത് ഒറ്റയടിക്ക് 25 എന്ന് പറഞ്ഞാൽ 10% അഡീഷണൽ കിട്ടും. ഈ അഡീഷണൽ കിട്ടുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. ഈ വരുന്ന 10% എന്ന് പറഞ്ഞാൽ മാക്സിമം 10 ലാക്സ് പറ്റുള്ളൂ, മാക്സിമം 10 ലക്ഷം പറ്റുള്ളൂ. പരമാവധി 25% എന്ന് പറഞ്ഞാൽ മാക്സിമം കിട്ടുന്നത് 40 ആണ്. അത് 30 എന്നുള്ളത് 40 ലക്ഷം രൂപ. ക്ലിയർ ആയല്ലോ? ഇതാണ് ഇതിൻ്റെ ഒരു ആദ്യത്തെ ഒരു സംഭവം. അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞാൽ, ഈ സ്ലൈഡ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ താഴത്തെ ഇതൊക്കെ നിങ്ങൾ നോക്കണ്ട, അത് നോക്കണ്ട, നമുക്ക് വ്യക്തിപരമായിട്ട്. പിന്നെ ഇതെന്തെങ്കിലും സംശയം ഉണ്ടോ ഇത്രയും പറഞ്ഞാൽ? ക്ലിയർ ആണ് സാർ. ഓക്കെ, സംശയം സാറിന് ക്ലിയർ ആണ്. പക്ഷെ എങ്കിൽ ഞാൻ ഇച്ചിരി കൂടെ എക്സ്പ്ലെയിൻ ചെയ്യും. ഇപ്പൊ നമ്മളിപ്പം നിങ്ങളുടെ മനസ്സിൽ വന്നത് ഒരൊറ്റ വ്യക്തിയുടെ സംരംഭം അല്ലെ? ഞാൻ സാബുസാറും കൂടെ സംരംഭം നടത്താന്ന് വെച്ചു, അപ്പൊ പാർട്ണർഷിപ്പ്. അപ്പൊ എങ്ങനെ വരും? ഞാൻ 40 വയസ്സിൽ താഴെയാന്ന് വെച്ചു, സാറ് 40 വയസ്സിന് മുകളിൽ. റിയലി അല്ല കേട്ടോ, ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുമ്പോ ഏത് കാറ്റഗറി പെടുത്തു തന്നെ ഈ സംരംഭത്തിൽ? അവിടുത്തെ ക്രൈറ്റീരിയ 50% താഴെ, 50 മിനിമം താഴെ 50% യുവാക്കളായിരിക്കണം. 45 വയസ്സ് താഴെ. ഞാൻ 45 വയസ്സിൽ താഴെയാണ്, സാറ് 45 വയസ്സ് മുകളിലാണെങ്കിലും 45 വയസ്സ് താഴെ യുവാക്കളുടെ കാറ്റഗറി പെടും. കാരണം 2 പേരിൽ 50% അല്ലെ? ഇനി വനിതാ സംരംഭം, ഒരു സംരംഭം വനിതാ സംരംഭം എന്ന് പറയുകയാണെങ്കിൽ ഇതുപോലെ 50% വനിതകളായിരിക്കും. ഒരു ഭാര്യയും ഭർത്താവും കൂടെ സംരംഭം തുടങ്ങുവാണ്, ഭർത്താവ് 45 വയസ്സിന് മുകളിലാണ്, SC അല്ല, ST അല്ല, NRK ഒന്നുമല്ല. അപ്പൊ പക്ഷേ ഭാര്യ എന്ന് പറയുന്നത് സ്ത്രീയാണ്, പാർട്ണർഷിപ്പിലാണ് സംരംഭം എന്ന് വെച്ചു, 50% വനിതയും. അപ്പം വനിതാ സംരംഭം എന്നുള്ള കണക്ക്. ഇതുപോലെ തന്നെ ഒരു SC ആണ്, മറ്റേ SC അല്ലാത്ത വ്യക്തിയാണ്, അല്ലെ ST ആണ്, ST അല്ലാത്ത വ്യക്തിയാണ്, 50% എന്നുള്ള കണക്കൂട്ടിലാണ്. ചിലപ്പോൾ ചില കേസ് വന്ന് പെട്ടുപോകണേ, പെട്ടല്ല മീൻസ് അവർ പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. എങ്ങനെ അറിയാം? അച്ഛനും അമ്മയും, അച്ഛൻ 40 വയസ്സിന് മുകളിലാണ്, മകൻ 40 വയസ്സിൽ താഴെ, പയ്യന 29 വയസ്സേ ഉള്ളൂ, അല്ലെങ്കിൽ 30 വയസ്സേ ഉള്ളൂ, ലേഡി. ഇവര് 3 പേരും കൂടെയുള്ള സംരംഭമാണ്, പാർട്ണർഷിപ്പാണ്. എന്ത് ചെയ്യാൻ പറ്റും?
സ്ത്രീ ആണെന്ന് ചോദിച്ചാൽ 50% വനിതയല്ല. ശരിയല്ലേ? ഒരാളല്ലേ ലേഡിയുള്ളൂ. യുവാക്കളാണോ എന്ന് ചോദിച്ചാൽ അമ്മയും 40 വയസ്സിന് മുകളിൽ, അപ്പനും 40 വയസ്സിന് മുകളിൽ, പയ്യൻ മാത്രമേ 30 വയസ്സുള്ളൂ. യുവാക്കളല്ല. SC അല്ല. SC ആണ് പിന്നെ പ്രശ്നമില്ല, എല്ലാവരും ഒരേ കാറ്റഗറി വരുന്നു. അപ്പൊ പിന്നെ നമുക്ക് ആ പഴയത് മാത്രം ഈ 15 ഇങ്ങോട്ട് ഈ 25% എത്തൂല. ആർക്കും 40-15 എന്നുള്ള അവിടെ അവർ നിൽക്കുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ഈ 25 എത്തണമെങ്കിൽ വനിതാ സംരംഭമായിരിക്കണം, യുവാക്കളായിരിക്കണം, അല്ല SC ST എല്ലാവർക്കും ഒക്കെ. അപ്പൊ ഇത് വരില്ല. അപ്പൊ ക്ലിയർ ആയല്ലോ? എന്തെങ്കിലും സംശയമുണ്ടോ? ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? ആലോചിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടോ? കുരുക്കൊന്നുമില്ല, കീടനായിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പാർട്ണർഷിപ്പ് എത്ര പേർക്ക് വേണ്ടാകാവോ? ഇപ്പൊ 3 പേരോ 4 പേരോ അങ്ങനെ അതൊന്നും കുഴപ്പമില്ല, പ്രശ്നമില്ല. പാർട്ണർഷിപ്പിന്റെ റൂളില് ഇവിടെ നമ്മളല്ല, ഒരു പാർട്ണർഷിപ്പ് ബിസിനസിന്റെ റൂളിൽ എത്ര പേർക്ക് പാർട്ണർ ഒരു വ്യവസ്ഥ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമ്മളെ പ്രശ്നമില്ല. നമ്മളെ സംബന്ധിച്ച് പാർട്ണർഷിപ്പ് ആണോ 50% പേര് ഈ കാറ്റഗറി പെട്ടെന്നെങ്കിൽ വന്നെങ്കിൽ നമുക്ക് ആ 50% അതിന്റെ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ മാത്രമേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ഇനി അടുത്ത സ്ലൈഡ് നോക്കൂ. അതുപോലെ ഇത് ഈ സ്ലൈഡിലേക്ക് ഞാൻ പിന്നെ വരാം. ഇതാ മുകളിലെ ചുമന്ന കളറിലേക്ക് നോക്കൂ. ഈ നമ്മൾ സംരംഭം ചെയ്യുന്ന സ്ഥലം ശ്രദ്ധിക്കുക, നമ്മൾ താമസിക്കുന്ന സ്ഥലമല്ല. ഞാൻ കോട്ടയംകാരനാണ്, പക്ഷെ ഞാൻ പോയിട്ട് ഇടുക്കിയിലോ കാസർഗോഡോ പത്തനംതിട്ടയോ വയനാടോ ഈ 4 ജില്ലകളിൽ എവിടെയെങ്കിലും സംരംഭം തുടങ്ങി വെച്ചു, എൻ്റെ റെസിഡൻസ് അല്ല. അപ്പൊ 10% അഡീഷണൽ കിട്ടും. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കാര്യം 35 ആവും. 10% അഡീഷണൽ കൂട്ടിയാൽ മതി. ആദ്യത്തെ കാറ്റഗറിയുടെ സാറ്റിസ്ഫൈ ആണെങ്കിൽ എന്ത് കിട്ടും? 25 + 10 35 ആണെങ്കിൽ ഞാൻ പറയുന്നത് 10% അഡീഷണൽ കിട്ടും. പരമാവധി 10 ലക്ഷം വരെ. മനസ്സിലായോ? അപ്പൊ ഞാനാണ് ഇടുക്കി പോയത്. എനിക്ക് ഞാൻ ആദ്യം പറഞ്ഞാൽ ഒന്നും വരികയില്ല. കാരണം SC അല്ല, ST അല്ല, വനിതയല്ല, NRK അല്ല, ബിലോ 45 അല്ല. ഇപ്പൊ ഞാനാണെങ്കിൽ ഞാൻ ആ 25-ലേക്ക് എത്തുകയില്ല. പക്ഷെ ഞാൻ ഇടുക്കിയിലാണ് പോയി തുടങ്ങുന്നത്. ഇവിടെ തൊടുപുഴ പോയി തുടങ്ങി. ഇടുക്കിയിലാണ് പോയി തുടങ്ങി 10% അഡീഷണൽ 25 ആവും. മാക്സിമം ലിമിറ്റ് 40 വരെ മാക്സിമം ലിമിറ്റും ആണ്. ഇതും കൂടെ പറഞ്ഞിട്ട് ഡൗട്ട് ചോദിക്കും. ഇനി കുറച്ച് പ്രയോറിറ്റി ഇൻഡസ്ട്രി ഉണ്ട് നമ്മൾ തുടങ്ങുന്ന സമയം. ഒന്ന് റബ്ബറൈസ്ഡ് പ്രോഡക്റ്റ്. റബ്ബറിൻ്റെ ഏതെങ്കിലും ഉൽപ്പന്നമായിരിക്കും, മാറ്റോ ഗ്ലൗസോ വാട്ടർ ഇറ്റ് മേ ബി, റബ്ബറിൻ്റെ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും. അടുത്തത് കാർഷിക ഭക്ഷ്യ സംസ്കരണം, അഗ്രോ ഫുഡ്. ദാറ്റ് മീൻസ് ഞാനിപ്പോൾ പൈനാപ്പിൾ എടുത്ത് ജാമാക്കുന്നു, ചക്കയുടെ കുറച്ച് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു, എന്തെല്ലാം ആയിക്കോട്ടെ. അപ്പൊ കാർഷിക ഭക്ഷ്യ സംസ്കരണം, ഗോതമ്പൊടി പ്രശ്നമല്ല, കാരണം ചപ്പാത്തി പ്രശ്നമല്ല, കാർഷിക ഭക്ഷ്യ സംസ്കരണം തന്നെയാണ്. അതുപോലെ റെഡിമെയ്ഡ് വസ്ത്ര നിർമ്മാണം. അടുത്തത് പാരമ്പര്യ ഊർജ്ജോൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് വേറുണ്ട്. എന്ന് പറഞ്ഞാൽ സോളാർ അല്ലെങ്കിൽ ടൈഡൽ അല്ലെങ്കിൽ ഈ നമ്മുടെ വിൻഡ്, ഇതുപോലുള്ള നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ് ഉണ്ടാകുന്ന എക്യുപ്മെന്റ്സ് എന്തെങ്കിലും. അതുപോലെ ബയോടെക്നോളജി ബേസ് ചെയ്തുള്ള എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ട്. അല്ല, അടുത്തത് 100% കയറ്റുമതി. എന്തും ഉണ്ടാക്കിക്കോട്ടെ, പക്ഷെ 100% കയറ്റുമതിയിലേക്ക് മാറും. ഇവിടെ ഒന്നും വെക്കാൻ പാടില്ല. അടുത്തത് മണ്ണിൽ ലയിക്കുന്ന പ്ലാസ്റ്റിക്, ബയോഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക് എന്ന് പറയും. അതാണ് എൻ്റെ ഉത്തരം. അല്ലെങ്കിൽ റീസൈക്കിൾഡ് പ്ലാസ്റ്റിക്, ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക്കിലെ പുനരുപയോഗം. മനസ്സിലായി? പ്ലാസ്റ്റിക് ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ട് വീണ്ടും റീസൈക്കിൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ പല പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റും, കപ്പൊക്കെ ഉണ്ടാക്കും. അടുത്തപോലെ ജൈവവളം, പ്രോഡക്റ്റ് ജൈവവളം. അതുപോലെ ഔഷധ ആരോഗ്യ പരിപാലന യൂണിറ്റ് ഒക്കെ. ഇത് ഈ അവസാനം പറഞ്ഞേക്കുന്നത് കോവിഡ് വന്നപ്പോൾ ഉണ്ടാകും കേട്ടോ. എന്നാലും മെഡിസിൻസ് ഉണ്ടാക്കുന്ന യൂണിറ്റുകൾ. അങ്ങനെയുള്ള യൂണിറ്റുകൾ ഏതെങ്കിലുമാണ് എൻ്റെ പ്രോഡക്റ്റ് എങ്കിൽ വീണ്ടും എനിക്ക് 10% കൂടെ അർഹതയുണ്ട്. 10% അഡീഷണൽ കിട്ടും. അപ്പോഴും എൻ്റെ ലിമിറ്റ് 40 ലക്ഷത്തിലാണ് നിൽക്കുന്നത്. എന്നൊരു സംശയം ഉണ്ടോ? ക്ലിയർ ആണ് സർ. മാക്സിമം 40 ലക്ഷം വരെ കിട്ടാം. ഡൗട്ട് ഉണ്ടോ? ഇല്ല, ക്ലിയർ. ഇല്ല, ഞാൻ അങ്ങോട്ടൊരു സംശയം ചോദിക്കാം. നിങ്ങൾ പറയണം, ഒരാളുടെ ഇൻവെസ്റ്റ്മെന്റ് 10 ലക്ഷം രൂപയാണ്. ഓക്കെ,
ഇദ്ദേഹത്തിന്റെ പേര് രാധാകൃഷ്ണൻ നായർ. വയസ്സ് 46 വയസ്സ്. പ്രോഡക്റ്റ് പൈനാപ്പിൾ ജാം. ഓക്കെ. എറണാകുളംകാരൻ. സംരംഭം തുടങ്ങുന്നത് വയനാട്ടില്. ഒന്നുകൂടെ ഞാൻ പറയാം. രാധാകൃഷ്ണൻ നായർ. ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ കണ്ടെത്തിയത് 10 ലക്ഷം രൂപ. രാധാകൃഷ്ണൻ നായർ, 46 വയസ്സ്. പ്രോഡക്റ്റ് പൈനാപ്പിൾ ജാം. താമസ സ്ഥലം എറണാകുളം, നേറ്റീവ് എറണാകുളം, പക്ഷെ തുടങ്ങുന്ന വയനാട്. എത്ര രൂപ ശതമാനം ഞാൻ ചോദിക്കുന്നത്? എത്ര രൂപ സബ്സിഡി കിട്ടും? ഇങ്ങോട്ട് പറഞ്ഞു. ഇത് ക്ലിയർ ആയിട്ട് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവും. 1.5 ലക്ഷം രൂപ. 1.5 ലക്ഷം. നമുക്കൊന്ന് നോക്കാം സാറേ. എന്തുകൊണ്ട് സാർ 1.5 ലക്ഷം എന്ന് പറഞ്ഞേ? SC ST അല്ല, ആണാണ്, 45 മുകളിലാണ്. പിന്നെ വയനാട് ആയതുകൊണ്ട് 15 കൂടും. നമുക്ക് നോക്കാം. സാറ് പറഞ്ഞ മനസ്സിലായി. കാരണം 15% ഓക്കെ. അതിപ്പോ ആർക്കും 15% കിട്ടും, ഇറസ്പെക്റ്റീവ് ഓഫ് കമ്മ്യൂണിറ്റി, ഏജ്, ജെൻഡർ. കിട്ടും. അത് നമുക്ക് നോക്കാം. അപ്പൊ ഈ പുള്ളി SC അല്ല, അപ്പൊ 15% ഓക്കെയാ. 1.5 ലക്ഷം ഓക്കെയാ. അതിപ്പം എങ്ങനെ കളിച്ചാലും 1.5 ലക്ഷം ഓക്കെയാ. ഇനി അടുത്ത ലെവലിലേക്ക് പോകണമെങ്കിൽ, ഘട്ടത്തിലേക്ക് പോകണമെങ്കിൽ SC ആയിരിക്കണം. SC അല്ല, പേര് രാധാകൃഷ്ണൻ നായർ, നമുക്ക് മനസ്സിലായി. SC അല്ല, നായർ കമ്മ്യൂണിറ്റിയാണ്. വയസ്സ് 45 അല്ല, 46 കഴിഞ്ഞു. അപ്പൊ അത് പോകില്ല. NRK അല്ല, സ്ത്രീയല്ല, പുരുഷനാണ്. അപ്പൊ 25 എത്തൂല. പക്ഷെ അടുത്ത ക്രൈറ്റീരിയ, ഇദ്ദേഹം എറണാകുളംകാരനാണ്, തുടങ്ങുന്ന വയനാടാണ്. അപ്പൊ 10% അർഹതയുണ്ട്. കാരണം പിന്നോക്ക ജില്ലയുടെ ആ ജില്ലയുടെ ഒരു പ്രയോറിറ്റി ഉണ്ട്. അപ്പൊ 15 എന്നുള്ള 25 ആയി. 10 ലക്ഷത്തിന്റെ 25 എന്ന് പറഞ്ഞാൽ 2.5 ലക്ഷം രൂപ സബ്സിഡി അർഹതയുണ്ട്. ഇനി തുടങ്ങുന്നത് ജാമാണ്. ജാം എന്ന് പറഞ്ഞാൽ പ്രയോറിറ്റി സെക്ടറാണ്. കാര്യം ഊന്നൽ വ്യവസായത്തിൽ വരുന്നതാണ്. കാരണം എന്താണ്? ജാം എന്ന് പറഞ്ഞത് കാർഷിക ഭക്ഷ്യ സംസ്കരണത്തിൽപ്പെട്ടതാണ്. സോ വീണ്ടും 10% അഡീഷണൽ ഉണ്ട്. സോ 35% ഉണ്ട്. എന്ന് പറഞ്ഞാൽ 3.5 ലക്ഷം രൂപ സബ്സിഡിക്ക് ഇദ്ദേഹത്തിന് എലിജിബിലിറ്റി ഉണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പൊ സാറേ, ഈ ആദ്യം പറഞ്ഞ 3 മുൻഗണനാ വിഭാഗത്തിന് 10% ഉണ്ട്, പിന്നോക്ക ജില്ലയ്ക്ക് 10% ഉണ്ട്, അങ്ങനെ? അതെ. ഈ സ്ലൈഡിൽ കാണുന്നില്ലേ? മുൻഗണനാ വിഭാഗത്തിന് 10% അഡീഷണൽ വരും. മനസ്സിലായോ? പിന്നോക്ക ജില്ലയ്ക്ക് 10% തുടങ്ങുന്ന സംരംഭങ്ങൾക്കും 10% അഡീഷണൽ വരും. 10% മാക്സിമം 10 lakhs വരുള്ളൂ. മുൻഗണനയ്ക്ക് 10%, പിന്നോക്ക ജില്ലയ്ക്കും 10%, നോർമൽ 15%, അങ്ങനെയാണോ? നോർമൽ 15%. ഓക്കെ. SC ST വനിതയോ 45 വയസ്സിൽ താഴെയോ NRK ഒക്കെ ആണെങ്കിൽ 10%. പിന്നോക്ക ജില്ല തുടങ്ങുന്ന സംരംഭത്തിന് 10%, മുൻഗണനാ വിഭാഗത്തിന് 10%. അതായത് ഇത് മൂന്നും കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ 15 + 10, 25 + 10, 35 + 10, 40%. ഒരുമിച്ച് എല്ലാം കൂടെ ശരിയായ. മനസ്സിലായോ? അപ്പൊ ഞാൻ രാധാകൃഷ്ണൻ നായരുടെ കാര്യം എന്തുകൊണ്ടാണ് പറഞ്ഞത്? അദ്ദേഹത്തിന് 35 നിൽക്കാൻ കാര്യം, അദ്ദേഹം ആദ്യത്തിൽ ക്വാളിഫൈ ആയില്ല. കാര്യം എന്ന് വെച്ചാൽ SC അല്ല, ST അല്ല, 45 വയസ്സിൽ താഴെയല്ല, വനിതയല്ല, NRK അല്ല. അതുകൊണ്ട് ആ 15 to 25 ആയില്ല. പക്ഷെ മുൻഗണന വിഭാഗത്തിൽ വരുന്നത് വയനാട് തുടങ്ങുന്നതുകൊണ്ട് 10 + 10, 20% വരുന്നുണ്ട്. എക്സ്ട്രാ വരും. 15 + 20, 30%. ഇനി ഇദ്ദേഹം ഇതിന്റെ വൈഫിന്റെ പേരിലായിരുന്നു ഈ സംരംഭം തുടങ്ങിയിരുന്നെങ്കിലോ? വൈഫിന്റെ പേരിലാണെങ്കിൽ 10% കൂടിയാണ്. അഡീഷണൽ അത് 40% എന്ന് പറഞ്ഞാൽ 4,50,000 രൂപ പുള്ളിക്ക് കിട്ടുക. ക്ലിയർ അല്ലേ? സാറേ, കിട്ടുക എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് എന്ന് കിട്ടും എന്നുള്ളതിനെ കുറിച്ച് അത് പറയാം. ഞാൻ അങ്ങോട്ട് വരുമ്പോൾ പറയാം സാറേ. അത് പറയാം. ഇതൊന്ന് ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി. പണ്ട് ഇതിങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ഒരു പെങ്കൊച്ചനോട് ചോദിച്ചു കേട്ടോ, കൊണ്ടാക്കി പറഞ്ഞല്ല. അത് ആദ്യത്തെ ക്രൈറ്റീരിയ പറഞ്ഞേ, SC വനിത 40 വയസ്സ്. സാറേ, ഞാൻ SC ആണ്, ഞാൻ വനിതയാണ് സാർ, ഞാൻ 40 വയസ്സിൽ താഴെ, എനിക്ക് എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടുമെന്ന് ചോദിച്ചു. മനസ്സിലായോ? പുള്ളിക്കകത്ത് വിചാരിച്ചു ഓരോന്നിനും 10 ദിവസം കിട്ടുന്ന കാര്യം. കുറ്റം പറഞ്ഞല്ല, അങ്ങനെ ഏതെങ്കിലും ഒന്നേ പരിഗണിക്കാൻ പറ്റും. ഒന്നിലെ വനിതയായിട്ട് പരിഗണിക്കാം, അല്ല SC ആയിട്ട് പരിഗണിക്കാം, അല്ല ബിലോ 45, ഏതെങ്കിലും ഒന്നേ എടുക്കാൻ പറ്റും. നോർമലി ഉണ്ടാകുന്നൊരു സംശയം. അപ്പൊ ഇതാണ് സംഭവം.
ഇത് ഇനി സാറ് ചോദിച്ചാൽ എന്ന് കിട്ടുമെന്ന്. ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എന്നാ അറിയാം, എളുപ്പമല്ല. ഇത് സംരംഭം തുടങ്ങി 1 വർഷത്തിനുള്ളിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന ഡേറ്റ് നമുക്ക് അറിയാൻ പറ്റും, ഒരു അക്നോളജ്മെന്റ് കിട്ടും. അപ്പോൾ ഏത് ദിവസം ഏത് ടൈമിലാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ വിത്തിൻ 1 ഇയർ സംരംഭം സ്റ്റാർട്ട് ചെയ്ത്, അതായത് ഉദ്യം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനകത്ത് എഴുതിയ സ്റ്റാർട്ടിംഗ് ഡേറ്റിന് ശേഷം വിത്തിൻ 1 ഇയർ അപ്ലൈ ചെയ്യും. ക്ലിയർ അല്ലേ? പക്ഷേ താമസിച്ചു പോയി എങ്കിൽ അടുത്ത 2 വർഷത്തേക്കും കൂടി ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർക്ക് ഒരു കണ്ടോണേഷൻ കൊടുക്കാനുള്ള ഒരു മാപ്പ് കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു. 1 വർഷം 2 മാസം കൂടെ താമസിച്ചു പോയി. പണ്ടൊക്കെ കൊറോണ ചെയ്താൽ ഇപ്പൊ കൊറോണ എഴുതാൻ പറ്റത്തില്ല. ഇപ്പൊ ആ സമയത്ത് ആൾക്കാർ കൊറോണ കാരണം താമസിച്ചു പോയിരുന്നു വരുന്നത്. ഇപ്പം എന്തെങ്കിലും ന്യായമായ നമുക്ക് ഓഡിറ്റുകാർ കണ്ടിട്ട്, ഞാൻ പ്രാക്ടിക്കലാണ് പറയുന്നത്, ഓഡിറ്റുകാർ കണ്ടിട്ട് ഒബ്ജക്ഷൻ എഴുതാത്ത എന്തെങ്കിലും റീസൺ എഴുതിക്കൊണ്ട് വന്നാൽ നമുക്ക് ഒരു അപേക്ഷ തന്നാൽ മതി, നമുക്ക് എടുക്കാം. ഈ 2 അസുഖം എന്നൊക്കെ പറഞ്ഞാൽ പറ്റും, പറഞ്ഞാൽ പറ്റുമെങ്കിലും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ വളരെ നല്ലത്. അപ്പോൾ പല കാര്യങ്ങൾ എഴുതാറുണ്ട്. അപ്പോൾ ഒരു കണ്ടീഷൻ വേണം. ഇനി ആ ഒരു 3 കൊല്ലം കൂടെ കഴിഞ്ഞ പ്രശ്നം അറിയാം, ഡയറക്ടറുടെ കയ്യിൽ നിന്ന് പെർമിഷൻ വേണം. തിരുവനന്തപുരത്ത് വ്യവസായം അങ്ങനെ പോയി കഴിഞ്ഞാൽ പണി ഞങ്ങൾക്ക് വാരമ്പളത്തിൽ കിട്ടും. ഇത്ര ഒരു സംരംഭം ഉണ്ടായിട്ട് നിങ്ങളൊക്കെ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. ഞാനിവിടെ കോട്ടയത്ത് വന്നതിന് ശേഷം ഒരു യൂണിറ്റ് ടീച്ചർ ഏറ്റുമാനം വരെ, ഏറ്റുമാനം നമുക്കൊരു ഫീൽഡ് ഓഫീസർ ഉണ്ട്, പുള്ളിക്ക് അതിപ്പോൾ പോയി ട്രാൻസ്ഫർ ആയി. 3 വർഷം ആകുമായി സംരംഭം തുടങ്ങിയിട്ട്. 2023 3 വർഷമാകും. ഒക്ടോബറിലാണ് ഞാൻ ചെല്ലുന്നത്. 3 വർഷം 2020 തുടങ്ങിയാണ്. എന്നുവെച്ചാൽ ഒരു 2-3 ആഴ്ച കൂടെ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 1 മാസം 1.5 മാസം കഴിഞ്ഞാൽ 3 വർഷമാകും. അത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ ഡയറക്ടറിൽ നിന്ന് പെർമിഷൻ മേടിക്കും. ഇങ്ങനെയാണ് ഡയറക്ടർ ഫ്രണ്ട് പോവാം. അപ്പം പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് യൂണിറ്റ് ഇവിടെ അറിഞ്ഞില്ല എന്ന് പറയും. യൂണിറ്റ് ഞങ്ങളുടെ പരാജയമാണ് സത്യത്തിൽ. ഒരു ഉൽപ്പാദന യൂണിറ്റ് തുടങ്ങിയിട്ട് നമ്മൾ അറിഞ്ഞില്ല എന്ന്. ഈ പ്രത്യേകിച്ച് ESS സബ്സിഡി, PMJP ഒക്കെ പോട്ടെ, കുഞ്ഞു താരങ്ങൾ മിക്കത് കുഞ്ഞൊക്കെ. ESS വലിയ സംരംഭങ്ങളൊക്കെയാണ് കൂടുതലും തുടങ്ങിയിട്ട് ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻവെസ്റ്റ്മെന്റ് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു മിസ്റ്റേക്ക് തന്നെയാണ്, ഞങ്ങളുടെ എക്സ്റ്റൻഷൻ വർക്കിന്റെ മിസ്റ്റേക്കാണ്. അവസാനം ഏതായാലും ഞാൻ പിന്നെ പിടിച്ച് സബ്സിഡിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഇപ്പോൾ അപേക്ഷയൊക്കെ വന്നിരിപ്പുണ്ട്. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ പിന്നെ ഡയറക്ടറൊക്കെ അടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നേരെ ആദ്യത്തെ ചോദ്യം എന്തുകൊണ്ട് നിങ്ങൾ അറിഞ്ഞില്ല എന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരും. ഇപ്പൊ എനിവേ ഇത് വിത്തിൻ 1 ഇയർ ആവുന്നാൽ പിന്നെ ആരുടെയും മേഴ്സിയല്ല, നമ്മുടെ റൈറ്റാണ്. GMന്റെ മേഴ്സി ഇങ്ങനെയുള്ള ഉത്പാദക യൂണിറ്റുകൾ ഉണ്ട് എന്ന് അറിയാനുള്ള മാർഗം എന്താ ശരിക്കും? വേറെ എന്തെങ്കിലും? ഇപ്പൊ നമുക്ക് കറങ്ങി നടക്കുന്നു സാറേ. ഇപ്പൊ എനിക്കറിയാം, എനിക്കിപ്പോ കോട്ടയത്ത് എത്ര യൂണിറ്റ് ഇപ്പൊ പണിതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാനിപ്പം യൂണിറ്റ് ഇൻസ്പെക്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഓൺഗോയിങ് ഇൻവെസ്റ്റ്മെന്റ് ഏതൊക്കെ നടക്കുന്ന എനിക്ക് ഏകദേശം ധാരണയുണ്ട്, ഇത്ര യൂണിറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് എന്ന് പൂർത്തിയാകും. എന്നിട്ട് ഇപ്പൊ നമ്മളൊരു ലിങ്ക് ഉണ്ട്. അപ്പം ഈ ഞാൻ പോകണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ ഞാൻ ഡയറക്ടർ വണ്ടി നിന്നിട്ട് എല്ലാ കേരളത്തിൽ മൊത്തം പോകാൻ പറ്റും. ഒരു 39,000 രൂപ മാസം സർക്കാർ ആ വണ്ടിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ വരുന്ന പോലെ വണ്ടി എനിക്ക് തിങ്കളാഴ്ച പോകുന്നുണ്ട്. അപ്പോൾ ഇവരോടൊക്കെ പരിചയപ്പെട്ടൊരു റാപ്പോ ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ പിന്നെ അവർ വിളിച്ചോളൂ, പറയുന്നിട്ടാ പോയിരുന്നത്, ഇന്ന സംഭവം ഉണ്ട്, തുടങ്ങുമ്പോൾ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് പൈസ കിട്ടുന്ന കാര്യമില്ല, അവരറിയാത്ത പ്രശ്നമാണ്. നമ്മൾ ഫീൽഡിൽ പോയെങ്കിലേ അറിയാൻ പറ്റും. അറിയാത്തതുകൊണ്ടാണോ പൈസ അറിയാത്തതുകൊണ്ടാണോ അതോ അവര് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാലോ 1 വർഷത്തിൽ അറിയാതെ പോയവരുണ്ട്. ഇപ്പോഴല്ല, നേരത്തെ. ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ കോട്ടയത്തെ സംബന്ധിച്ച് ഒരു 8 യൂണിറ്റുകളുടെ പണി നടക്കുന്നു. ഈ അല്ലാത്ത യൂണിറ്റും അവർ നമ്മളെ അറിയിക്കും, തുടങ്ങുമ്പോൾ അറിയിക്കും. കാരണം ഇതുണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞില്ലോ, പുതിയ യൂണിറ്റിനും പറ്റും, പഴയ യൂണിറ്റിനും പറ്റും. അതായത് പുതിയ യൂണിറ്റ് കുഴപ്പമില്ല, ഓക്കെ, പുതിയ യൂണിറ്റാണ്. പക്ഷെ പഴയ യൂണിറ്റ് പറഞ്ഞാൽ പഴയ മെഷീനറിക്ക് കിട്ടുകയില്ല, പഴയ യൂണിറ്റ് എക്സ്പാൻഡ് ചെയ്യാന്ന് വെച്ചു. അപ്പൊ അങ്ങനെ ഒരു സംരംഭങ്ങൾ നടക്കുന്നുണ്ട്. പഴയ യൂണിറ്റ് MRF എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്ലാന്റ് പണിയുന്നുണ്ട് MRF. ഞാൻ ഫുള്ളകത്ത് കയറി കണ്ടത്. അപ്പോൾ ഈ പനച്ചിക്കാട് അപ്പുറം ഒരു എന്താ പറയുക, ഒരു ഫർണിച്ചർ യൂണിറ്റ് വരുന്നു. അത് അവർക്ക് വേറെ സ്റ്റീലിന്റെ യൂണിറ്റ്, കമ്പിയുടെ യൂണിറ്റ് ഉണ്ട്, TMT കമ്പിയുടെ യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റ് TMT കമ്പി അല്ല, സോറി, നമ്മളെ ഇതൊക്കെ നമുക്ക് ഷീറ്റ് ഇടുകയല്ലേ വീടുകളിൽ. ഷീറ്റ് ഇടുമ്പോൾ ഒരു സ്ക്വയർ പൈപ്പ് കണ്ടിട്ടില്ലേ, ഷീറ്റ് ഇടുന്നത്. ആ സ്ക്വയർ പൈപ്പ് ഉണ്ടാക്കുന്ന യൂണിറ്റ് കോട്ടയത്തുണ്ട്. അവർ ഫർണിച്ചർ തന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ ചെന്നപ്പോൾ ഒരു 2 മാസം മുമ്പ് ചെന്നപ്പോൾ മെഷീനൊക്കെ ഇറക്ട് ചെയ്യാനുള്ള ഒരു ഓർഡർ കൊടുത്തിട്ടിരിക്കുക. ആ സ്റ്റേജിലായ ബിൽഡിംഗ് ഒക്കെ അത്യാവശ്യം പണിതു. ഷീറ്റ് കൊണ്ടുള്ള ബിൽഡിംഗ് അതൊക്കെ പണിതു.
പക്ഷേ അപ്പോൾ ആ സ്റ്റേജിലാണ്. അപ്പോൾ അങ്ങനെ പലതുണ്ട്. ഇപ്പോൾ ഈ പടവാതൊരു മീനാക്ഷി ഫുഡ് എന്ന് പറയുന്ന ബ്രാൻഡ് ഞാൻ മറന്നുപോയി, നമുക്കറിയാവുന്ന ബ്രാൻഡാണ്. അവരൊരു MRF അങ്ങോട്ട് പോകുമ്പോൾ ഇടതുവശത്തായിട്ട് MRF വരെ ചെല്ലാണ്ട് ഇടതുവശത്തായിട്ട് മീനാക്ഷി ഫുഡ് മുന്നിൽ വലിയ ബേക്കറി കൊണ്ട് വരും. ബേക്കറി ബോർമ വരുക അവിടെയാണെന്ന് പറയുന്നത് ന്യൂ ആണ്. വെച്ചാൽ ന്യൂ എന്ന് പറഞ്ഞാൽ അവിടത്തെ ഒരു എക്സ്പാൻഷൻ ഇവിടെ വേറെ എവിടെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ സംബന്ധിച്ച് ഈ അത് മുനിസിപ്പാലിറ്റിക്കകത്ത് ഇപ്പോൾ ഉള്ളത്. ഇത് വിജയപുരം പഞ്ചായത്തിലാണ് ഇപ്പം പണ്ട് നടക്കുന്നത്. വിജയപുരം പഞ്ചായത്തെ സംബന്ധിച്ച് ഇപ്പം ന്യൂ യൂണിറ്റ് തന്നെയാണ്. അങ്ങനെ പല ടൗണിലാണ് വർക്കുള്ളത്. എന്താ സാർ? ഇപ്പൊ ടൗണിലാണ് അത് ഓൾറെഡി ഇപ്പൊ ടൗണിലാണ്. അതുകൊണ്ട് പേര് സാധാരണ പേര് വന്നത് മീനാക്ഷി ബേക്കേഴ്സ് ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ബ്രാൻഡാണ്, ബേക്കറിയാണ്. ശ്രീനിവാസ റോഡില്ല. മീനാക്ഷി ബേക്കേഴ്സ് എന്നുള്ള ഒരു ഇത് അങ്ങനെ പറഞ്ഞാൽ. അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ എനിക്കറിയാം. ഞാൻ പാലായിലൊക്കെ സംബന്ധിച്ച് ഞാനിങ്ങനെ വണ്ടിയായിട്ട് കറങ്ങി നടക്കുമായിരുന്നു. ഇവിടെ ഞാൻ പാലായ്ക്ക് ജോലി ചെയ്യുമ്പോൾ നേരെ അങ്ങനെ പോകാറില്ല. നേരെ കിടങ്ങൂർ അയർക്കുന്ന് കിടങ്ങൂർ പാല അങ്ങനെ പോകാറില്ല. അയർക്കുന്ന് കയറുന്ന റൈറ്റിലേക്ക് കയറി കുഴുവനൊക്കെ ഇറങ്ങി തന്നെയാണ് പുതിയ കൊണ്ടൊക്കെ. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ച സബ്സിഡിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് സാറേ. അവർക്കറിയാൻ പറ്റുന്ന സാധനം അങ്ങോട്ട് ചെന്ന് ചേട്ടാ സബ്സിഡി തരാൻ കേട്ടോ സാറേ എന്നൊക്കെ പറഞ്ഞ് സാറാ ചേട്ടാ അതൊക്കെ വിളിച്ച് സബ്സിഡിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത കഥകളുണ്ട് ഒരുപാട്. അപ്പൊ അതുപോലെ ഇപ്പൊ എല്ലാവരും ചെയ്യണമെന്നില്ല, ചെയ്യുന്നവരുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു. ചിലർ ചെയ്യില്ല, ചിലർ ചെയ്യും. അപ്പോൾ നമ്മളൊരു എന്താ പറഞ്ഞ ഒരു കമ്മിറ്റ്മെന്റ് പോലെയൊക്കെ ഇരിക്കും ഒരു പരിധി വരെ ഈ സബ്സിഡിയൊക്കെ. പൊതുവെ സംരംഭം തുടങ്ങുമ്പോൾ ഇതുപോലുള്ള സ്കീമുകളെ കുറിച്ചൊക്കെ സാമാന്യ ബോധം ഉണ്ടായിരിക്കും അല്ലേ? അടുത്ത സംഭവം എന്ന് പറഞ്ഞാല് ഇത് സാർ ഇപ്പൊ ചോദിച്ചില്ലേ കിട്ടണേ, ഇത് നമ്മൾ ഓൺലൈൻ അപ്ലൈ ചെയ്തതിനു ശേഷം അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് പിന്നെ കുറെ ഡോക്യുമെന്റ്സിന്റെ ബഹളം, കുറെ ഡോക്യുമെന്റ് ഉണ്ട്, ആധാറുണ്ട്, റേഷൻ കാർഡുണ്ട്, ആധാർ കാർഡുണ്ട്, ഇതിന്റെ എല്ലാ ബില്ല് വേണം. ബില്ല് മാത്രം റെസിപ്റ്റും വേണം. അതായത് 10 ലക്ഷം രൂപ സാറിന്റെ ബില്ല് മാത്രം കാണിച്ചാൽ പോരാ. 10 ലക്ഷം രൂപ സാറിന്റെ അക്കൗണ്ടിൽ നിന്ന് സാറിന് മീൻസ് ഇപ്പം ഉലകനാഥ് സാർ അല്ലെങ്കിൽ ഉലകനാഥ് സാറിന്റെ അക്കൗണ്ടിലേക്ക് എന്ത് വേണം? മെഷീൻ സപ്ലർ ഉലകനാഥ് സാറാണെങ്കിൽ ഉലകനാഥ് സാറിന്റെ അക്കൗണ്ടിലേക്ക് സാബു സാറിന്റെ അക്കൗണ്ടിൽ നിന്ന് പോയ തെളിവ് എനിക്ക് വേണം. 2 ലക്ഷത്തിന് മുകളിലാണ് ക്യാഷ് ആയിട്ട് നമ്മൾ കൊടുക്കുക നമുക്കറിയാം. അപ്പോൾ ബാങ്ക് ട്രാൻസാക്ഷന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്താണ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ വേണം. അപ്പോൾ അത് വേണം. പിന്നെ ബാലൻസ് ഷീറ്റ് വേണം. ബാലൻസ് ഷീറ്റ് ഇതുണ്ടായിരിക്കണം. അങ്ങനെയൊക്കെ വേണം. അങ്ങനെ പറയുന്നത്. എക്സ്പാൻഷൻ ആണെങ്കിൽ ഗ്രോസ് ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റ് വേണം ഞങ്ങൾക്ക്. ഫുഡ് ആണെങ്കിൽ ഫുഡ് സേഫ്റ്റിയുടെ ഇത് വേണം. പഞ്ചായത്ത് ലൈസൻസ് നിർബന്ധമായിട്ടും വേണം. പൊല്യൂഷൻ വേണമെങ്കിൽ പൊല്യൂഷൻ വേണം. അങ്ങനെ 1-2 എസെൻഷ്യൽ ഡോക്യുമെന്റ്സ് കുറച്ചുണ്ട്. പിന്നെ പാർട്ണർഷിപ്പ് ആണെങ്കിൽ പാർട്ണർഷിപ്പിന്റെ ഡീഡ് വേണം. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്, അതിന്റെ ഒരു ഡീഡ് വേണം. പാർട്ണർഷിപ്പ് പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ അതിന്റെ ഡയറക്ടറെ അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടറെ മറ്റൊരു ചുമതലപ്പെടുത്തുന്ന റെസൊല്യൂഷൻ വേണം. എന്റെ സ്വന്തം സമയമാണെങ്കിൽ ഞാൻ കൊണ്ടുവരാം. അതേസമയം ഒരു പാർട്ണർഷിപ്പ് നമ്മൾ രണ്ടുപേരും പാർട്ണർഷിപ്പ് ആണെങ്കിൽ സാധാരണ ഞാൻ ചുമതലപ്പെടുത്തുന്ന ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയ അക്കൗണ്ട് ആക്കാവുന്ന കാര്യമുള്ളൂ. അപ്പൊ ഇങ്ങനെ കുറെ ഡോക്യുമെന്റ്സ് ഉണ്ട്. ഈ ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ കൊണ്ടുവന്നിട്ട് നമ്മളത് വെരിഫൈ ചെയ്തിട്ട് ഞങ്ങളൊരു ഇൻസ്പെക്ഷൻ നടത്തും. ഇൻസ്പെക്ഷൻ നടത്തിയതിനു ശേഷം ഞങ്ങൾ എടുക്കുന്ന ഒരു ക്രൈറ്റീരിയ, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞേക്കാം. എടുക്കുന്ന ഒരു ക്രൈറ്റീരിയ ഇതാ ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കണ്ടില്ലേ? ഇതെല്ലാം കൂടെ ആകെ ഇൻവെസ്റ്റ്മെന്റിന്റെ 50% ആകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ബിൽഡിങ് വന്നു, സ്ഥലമൊക്കെ അവിടെ നിൽക്കട്ടെ, ബിൽഡിങ് വന്നു പണിതത് എനിക്കൊരു 50 ലക്ഷം രൂപ ചിലവായി എന്ന് വെച്ചോ. എന്റെ മെഷീന് 50 ലക്ഷം ചിലവ് എങ്ങനെ ഞങ്ങൾ എടുക്കണമെന്ന് ഞാൻ പിന്നെ ഒന്നുകൂടെ പറയാം. 50 ലക്ഷം ചിലവ്, ബിൽഡിങ്ങിന്റെ ചിലവ് 50 ലക്ഷം. എന്റെ മെഷീന് 10 ലക്ഷം രൂപ, ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വയറിങ് ഒന്നുമില്ലെന്ന് വെച്ചു. ബിൽഡിങ് വന്നത് ബിൽഡിങ് വയറിങ് ഉണ്ട്, പക്ഷെ വയറിങ്ങും മെഷീനും എല്ലാം കൂടെ 10 ലക്ഷം രൂപ. ഓക്കെ സാറേ, ശ്രദ്ധിച്ചേ, വയറിങ്ങും മെഷീനും എല്ലാം കൂടെ 10 ലക്ഷം രൂപ, ബിൽഡിങ്ങിന് 50 ലക്ഷം രൂപ. ഇപ്പൊ എത്ര ഇൻവെസ്റ്റ്മെന്റ് ആയി? സാറേ, ബിൽഡിങ്ങിന് 50 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ്, മെഷീനും വയറിങ്ങും എല്ലാം കൂടെ 10 ലക്ഷം രൂപ. മൊത്തം എത്ര ഇൻവെസ്റ്റ്മെന്റ് ആയി? 60 ലക്ഷം. 60 ലക്ഷം. സാധാരണ ഒരു എന്റർപ്രണർ പോയിന്റ് ഓഫ് വ്യൂ 60 ലക്ഷം രൂപയുണ്ട്. ഈ 60 ലക്ഷം രൂപയുടെ 1.5 മിനിമം 15%, 15, 6, 90, 9 ലക്ഷം സബ്സിഡി വേണമെന്നാണ് ഇവർ ക്ലെയിം ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിന്തിക്കുന്നു. പക്ഷേ നമ്മൾ നോക്കുന്നത് എങ്ങനെ അറിയാം? 50 ലക്ഷം രൂപയുടെ ബിൽഡിംഗ് കൊണ്ട് 10 ലക്ഷം രൂപയുടെ മെഷീനാണ് വെച്ചേക്കുന്നത്. നമ്മൾ നോക്കുന്നത് മെഷീൻ എത്ര ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്? 10 ലക്ഷം രൂപയല്ലേ ഉള്ളൂ. ബിൽഡിങ്ങിനും 10 ഉള്ളത് ഞങ്ങൾ എടുക്കുന്നത്. അതായത് അതപ്പോൾ ടോട്ടലിന്റെ ഈ 50% ബിൽഡിംഗ് ആയി. അതായത് ബിൽഡിങ്ങിന്റെ വില
മെഷീന്റെ വിലയെ കവർ ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പം ബിൽഡിങ്ങിന് 50 ലക്ഷമോ 60 ലക്ഷമോ 1 കോടിയൊക്കെ ആയിക്കോട്ടെ, മെഷീന് 10 ഉള്ളൂ, ബിൽഡിങ്ങിന് 10 ഉള്ളൂ. അപ്പം മൊത്തം 10 10 20 ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ആ 20ന്റെ 15 3 ലക്ഷം രൂപയ്ക്കാണ്. ഇനി ഈ ബിൽഡിങ്ങിന് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ബിൽഡിംഗ് 2 ടൈപ്പ് ഉണ്ട്. പക്ക ബിൽഡിംഗ് ഉണ്ട്, സെമി പക്ക ബിൽഡിംഗ് ഉണ്ട്. പക്ക എന്ന് പറഞ്ഞാൽ വാർത്ത ബിൽഡിംഗ്. സെമി പക്ക എന്ന് വെച്ചാൽ വല്ല ഷീറ്റോ ഓലയോ അങ്ങനെയുള്ള സാധനം ഇട്ട ബിൽഡിംഗ് ആണ് സെമി പക്ക. സെമി ഇരുമ്പിന്റെ ഫ്രെയിമിലൊക്കെ ഉണ്ടാക്കുന്നില്ല. അതെ, അങ്ങനെയൊക്കെ സെമി പക്ക ബിൽഡിംഗ് ആണ്. അപ്പൊ പക്ക ബിൽഡിംഗ് ആണെങ്കിൽ 1 സ്ക്വയർ മീറ്ററിന്, സ്ക്വയർ ഫീറ്റ് അല്ല, എത്ര രൂപ സംരംഭത്തിന് ചെലവായിക്കോട്ടെ, ഞങ്ങൾ കണക്ക് കൂട്ടുന്നത് 1 സ്ക്വയർ മീറ്ററിന് 5000 രൂപ ചെലവ്. സെമി പക്കയാണെങ്കിൽ 1 സ്ക്വയർ മീറ്ററിന് 2000 രൂപ ചെലവ്. അപ്പം നമ്മൾ അളന്ന് നോക്കും എത്ര സ്ക്വയർ മീറ്റർ ഉണ്ടെന്നൊക്കെ അളന്ന് നോക്കും. ആ അളന്ന് നോക്കിയിട്ട് ഫാക്ടറി ബിൽഡിംഗ് ഒക്കെ അളന്ന് നോക്കിയിട്ട് അളന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യും, മറ്റേ മുകളിൽ വാർത്ത ആണെങ്കിൽ 1000 സ്ക്വയർ ഫീറ്റിന്റെ ബിൽഡിംഗ് ആണ് വിചാരിച്ചോ. 1000 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 സ്ക്വയർ മീറ്റർ ആണ് അപ്രോക്സിമേറ്റ്. ചെറിയ വ്യത്യാസം കൊടുക്കണമല്ലോ, ചെറിയ വ്യത്യാസം കൊടുക്കണം വരാം, പക്ഷെ കണക്ക് മനസ്സിലായോ, 100 സ്ക്വയർ മീറ്റർ. അപ്പൊ 100 × 5000 എന്ന് പറഞ്ഞാൽ 5000 എത്രയായി? 50,000. 5 ലക്ഷം രൂപയാണ് ബിൽഡിങ്ങിന്റെ ചെലവ്. സെമി പക്കയാണെങ്കിൽ 2 ലക്ഷം ഉണ്ടാവും, കാരണം 2000 വെച്ചാൽ കൊടുക്കും. അപ്പൊ ചിലപ്പം ബിൽഡിംഗ് കെട്ടാൻ എൻട്രപ്രണർ ചിലപ്പോൾ 40 ലക്ഷം രൂപ ചെലവായി. പക്ഷെ ഞങ്ങൾ നോക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് എത്ര? ഈ കണക്കിൽ 5 ലക്ഷം രൂപ ഉണ്ട്. ക്ലിയർ ആയോ? 5 ലക്ഷം രൂപ. അപ്പൊ 5 ലക്ഷം രൂപയായി. 10 ലക്ഷം രൂപയുടെ മെഷീൻ ഉണ്ടെങ്കിൽ 15 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് വേണം. എന്നിട്ട് ആ 15ന്റെ എത്ര ശതമാനം നമ്മൾ കണക്കൂട്ടിടും. അപ്പം അത് നമ്മൾ ഓൺലൈൻ ചെയ്യുമ്പോൾ തന്നെ സിസ്റ്റം ഓട്ടോമാറ്റിക്കായി കാൽക്കുലേറ്റ് ചെയ്തു. എന്നിട്ട് സിസ്റ്റം പറയുന്നുണ്ട് ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടറാണ്, നിങ്ങളിവിടെ നോക്കണമെന്നൊക്കെ അവിടെ എഴുതി കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ നോക്കി ചെയ്യാറുണ്ട്. ഞങ്ങൾ റിസർച്ച് കേസ് വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അഡീഷണൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, കോടികൾ ഇൻവെസ്റ്റ്മെന്റ്. അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് 10 മുകളിൽ 10 ലക്ഷം കൊടുക്കും. അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് 10 ആകാവുള്ളൂ, ലിമിറ്റ് ആകാവുള്ളൂ. ഞാനാണെങ്കിൽ ഇത് എന്റെ ലാപ്പിൽ എക്സൽ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്റെ ഓഫീസർമാർ എടുത്തുകൊണ്ട് വരുമ്പോൾ തന്നെ ഞാൻ ഇൻവെസ്റ്റ്മെന്റ് അടിച്ച് നോക്കുമ്പോൾ എല്ലാം മെഷീൻ എത്രയുണ്ട്, അത് എത്രയുണ്ട്, 10-15 കമ്പോണന്റ് ഈ പറയുന്ന പോലെ കെട്ടിടം, ബിൽഡിങ്, വയറിങ്, അതൊക്കെ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് അപ്പുറത്തെ പേജിൽ ഞാൻ ഫോർമുല ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ആയിട്ട് എത്ര രൂപ സബ്സിഡി എലിജിബിലിറ്റി ആണ് എനിക്ക് അവിടെ കിട്ടും. ഞാൻ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. മാനുവലി ചെയ്യേണ്ട, ലാപ്ടോപ്പിലേക്ക് അടിച്ചു കൊടുത്താൽ എക്സൽ സോഫ്റ്റ്വെയർ ഉണ്ടാക്കി വെച്ചു. അപ്പൊ എനിവേ അതാണ് സംഭവം. അപ്പൊ അങ്ങനെയാണ് നമുക്കിത് കൊടുക്കുന്നത്. ഇനി എപ്പോഴാണ് സംരംഭം, ഇത് ഞാൻ പറയട്ടെ, ഇതിനൊരു ലോണിന്റെ ആവശ്യമില്ല. ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോന്ന് ഞങ്ങൾ നോക്കുന്നുള്ളൂ. ഇൻവെസ്റ്റ്മെന്റ് ഉപയോഗിച്ച സോഴ്സ് ഓഫ് ഫണ്ട് മാത്രമല്ല. ആ പൈസ ലോണാവാം, നോ പ്രോബ്ലം. മുദ്ര ലോണോ ആയിക്കോട്ടെ. ചിലർ ചോദിക്കണം മുദ്രയ്ക്ക് സബ്സിഡി, മുദ്രയ്ക്ക് കിട്ടും. മുദ്ര ആയിക്കോട്ടെ. മുദ്ര എന്ന് പറഞ്ഞാൽ ഒരു ബാങ്ക് വായ്പ മാത്രം, അതിന് സബ്സിഡി ഇല്ല. പക്ഷെ മുദ്ര എടുത്തിട്ട് ഈ ഉൽപാദനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ ഞങ്ങൾക്ക് സബ്സിഡി തരാൻ പറ്റും. അപ്പൊ ഞങ്ങൾ മുദ്രയാണെന്നല്ല നോക്കുന്നത്, ഞങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ആണോ ഉണ്ടോ നോക്കുന്നത്. മനസ്സിലായോ? സെയിൽ ബില്ല് ഉണ്ടോ നോക്കും. കാരണം ആദ്യത്തെ പ്രോഡക്റ്റ് വിറ്റ സെയിൽ ബില്ലുണ്ട്. ആ പ്രോഡക്റ്റ് ആണോ എനിക്ക് അറിയട്ടെ, ബില്ലുണ്ടോ. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ നോക്കും. മെഷീന്റെ ബില്ലുണ്ടോ, റെസിപ്റ്റ് ഉണ്ടോ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അത് ഇതിനു വേണ്ടിയിട്ട് ഇപ്പൊ 10 ലക്ഷം രൂപയുടെ മെഷീൻ മേടിക്കാൻ ഉപയോഗിച്ച പൈസ ലോൺ എടുത്താലും അല്ലെങ്കിലും പ്രശ്നമില്ല. ഞങ്ങൾക്ക് മാത്രമല്ല, സ്വന്തം കൈ സമ്പാദ്യമാവാം, സേവിങ് ആവാം, KSFന് ചിട്ടി വിളിച്ചാവാം, സ്വർണം കൊണ്ട് പണയം വെച്ചതാവാം, സ്വർണം വിറ്റതാവാം, ഒറ്റ കൈക്ക് മോഷ്ടിച്ചതും ആവാം. തമാശക്ക് പറയാം കേട്ടോ. എനിവേ അത് മാത്രമല്ല, നമുക്കിവിടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും നോക്കുന്നത്. ഇനി ഇത് ഞാൻ പറഞ്ഞല്ലോ, തുടങ്ങിക്കഴിഞ്ഞാണ് എന്ത് ചെയ്യേണ്ടത്, സബ്സിഡിക്ക് അപ്ലൈ ചെയ്യേണ്ടത്. തുടങ്ങിക്കഴിഞ്ഞാൽ വിത്തിൻ 1 year. പക്ഷേ തുടങ്ങുന്നതിന് മുൻപ് അപ്ലൈ ചെയ്യാം. അങ്ങനെ അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു ബാങ്ക് വായ്പ നിർബന്ധമാണ്. അത് എത്ര കിട്ടണമെന്നറിയാമോ? നമ്മൾ ഒന്ന് കണക്ക് കൂട്ടും. ടോട്ടൽ എലിജിബിൾ ഇൻവെസ്റ്റ്മെന്റ്, അതായത് സംരംഭം പൂർത്തീകരിച്ച് വരുമ്പോൾ ഇത്ര രൂപയാവുമെങ്കിൽ അതിന്റെ 50% അല്ലെങ്കിൽ 3 ലക്ഷം രൂപ, ഇതിൽ ഏതാണോ കുറവ് ഇത് ആദ്യം നമുക്ക് മേടിക്കാം. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, ഇത് മേടിച്ചിട്ട് വിത്തിൻ 1 year സംരംഭം പൂർത്തിയാക്കി ബാക്കിക്ക് അപ്ലൈ ചെയ്യണം.
അപ്പം ഞാൻ എല്ലാവരോടും പറയും, എനിക്ക് ഇങ്ങനെ കേസ് ഇതുവരെ വന്നിട്ടില്ല. ഞാൻ എല്ലാവരോടും പറഞ്ഞത്, നിങ്ങൾ ആദ്യമേ ചെയ്യണ്ട. കാരണം വെച്ചാൽ 2 പ്രാവശ്യം ഓഫീസിൽ കയറിയാണ്, 2 പ്രാവശ്യം ഡോക്യുമെന്റ്സ് മുഴുവൻ ഉണ്ടാക്കണം. 1160 രൂപ വെച്ച് ഫീസ് ഉണ്ട് ഇതിന്. 2 പ്രാവശ്യം ഫീസ് എടുക്കണം. ഇങ്ങനെയുള്ളൊക്കെ അതിന്റെ ആവശ്യം എന്താ? ഇപ്പൊ രണ്ടാമത് ഒരുമിച്ച് അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. ഏതായാലും നമുക്ക് 10 ലക്ഷം രൂപ എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ, 10 ലക്ഷം രൂപ എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ 3 ലക്ഷം രൂപ ആദ്യം കിട്ടും, ബാക്കി 7 പിന്നെ എടുക്കും, അല്ലെങ്കിൽ 10 ഒരുമിച്ച് മേടിക്കും. ഇനി മറ്റൊന്ന് ഞാൻ പറയാതെ വിട്ടൊരു കമ്പോണന്റ് ഉണ്ട്. 45% വരെ നമ്മൾ എത്തിയുള്ളൂ. നമുക്കിവിടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്തപ്പോൾ പറഞ്ഞ പോലെ കുറെ ഗവേഷണ സ്ഥാപനങ്ങളുണ്ട് ഗവൺമെന്റിന്റെ. ഈ ഗവേഷണ സ്ഥാപനം എവിടെ നിന്നും ടെക്നോളജി പൈസ കൊടുത്ത് മേടിക്കുവാണെങ്കിൽ അതിനും 10% അഡീഷണൽ കിട്ടും. മാക്സിമം 10 lakhs വരെ. അതായത് ഇപ്പൊ CTCRI-നോ CPCRI-നോ CIFT-നോ ഇതുപോലുള്ള ഗവൺമെന്റ് സ്ഥാപനം. പക്ഷേ പൈസ കൊടുത്തിട്ട് ടെക്നോളജി മേടിച്ചു. ഞാൻ പറഞ്ഞില്ലേ, കപ്പയിൽ പാസ്ത ഉണ്ടാക്കണം, അതിന്റെ ടെക്നോളജി എനിക്കറിയത്തില്ല, CTCRI എനിക്ക് തന്നു. അതിന്റെ മുടക്ക് മുതൽ 10% എനിക്ക് മേടിക്കാം. അപ്പം മാക്സിമം എല്ലാം കൂടെ ഒത്തു വന്നാൽ 55% വരെ പരമാവധി കിട്ടും എല്ലാവർക്കും. മറ്റൊരു ചിലർക്ക് 15 കിട്ടും, 5 വരെ കിട്ടും, ചിലർക്ക് 25 കട്ടാവും, ചിലർക്ക് 35 കട്ടാവും, ചിലർക്ക് 45 കട്ടാവും, ചിലർക്ക് അത് 55 വരെ കിട്ടും. ഇതാണ് സംഭവം. അപ്പം പുതിയ ടെക്നോളജി മേടിച്ചു കഴിഞ്ഞാൽ വിത്തിൻ 1 year അപേക്ഷിക്കണം. 1 year അപേക്ഷിക്കാൻ പറ്റും. അപ്പം ഒരു ടെക്നോളജി മേടിച്ച് ഡെവലപ്പ് ചെയ്യാണ്, വിത്തിൻ 1 year അപേക്ഷിക്കണം. അപ്പം ഒന്ന് പ്ലാന്റ് മോഡേണൈസ് ചെയ്തു. ഇപ്പം ഒരു ബേക്കറിക്കാരൻ ഡീസലിന്റെ ഓവൻ മാറ്റിയിട്ട് ഇലക്ട്രിക്കൽ ഓവൻ വെച്ചെന്നിരിക്കട്ടെ, മോഡേണൈസേഷനാണ്. അല്ലെങ്കിൽ ഒന്ന് വിപുലീകരിച്ചു, വേറെ ഒരു ചപ്പാത്തി കൊണ്ട് വേറൊരു ചപ്പാത്തി കൊണ്ടും കൂടെ ഉണ്ടാക്കാനുള്ള മെഷീനുകൾ മേടിച്ചിട്ട് ഒന്ന് ഡെവലപ്പ് ചെയ്തു. അങ്ങനെയൊക്കെയാണ് ചെയ്യുക. അപ്പം പുതിയ മെഷീനെ സബ്സിഡി കിട്ടുള്ളൂ. പഴയ 10 വർഷം പഴക്കമുള്ള സംരംഭത്തിന് അപേക്ഷിക്കാം എപ്പോഴാണ് ആ സംരംഭം പുതുതായിട്ടൊന്ന് ഡെവലപ്പ് ചെയ്യണം. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, ആദ്യം ഉണ്ടായിരുന്ന ഇൻവെസ്റ്റ്മെന്റ് 25%. എന്തിനാ കണ്ടീഷൻ എനിക്കറിയത്തില്ല, പക്ഷെ ഇനി ഉണ്ടാക്കി വെച്ചാൽ എങ്ങനെയാണ്, ആദ്യം ഉണ്ടായിരുന്ന ഇൻവെസ്റ്റ്മെന്റിന്റെ 25% ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കണം. ഈ മെഷീൻ വെച്ചുകൊണ്ട് ആദ്യം ഉണ്ടായിരുന്ന പ്രോഡക്റ്റിന്റെ 25% പ്രോഡക്റ്റ് കൂടണം എന്ന്. 25%, അതായത് ആദ്യം 1 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഇപ്പൊ അത് 25 കൂടെ കൂടി 1.25 കോടിയാവും. മനസ്സിലായോ? ആദ്യം 100 പ്രോഡക്റ്റ് ഡെയിലി ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ പുതിയ മെഷീൻ വന്നുകൊണ്ട് 125 പ്രോഡക്റ്റ് ഉണ്ടാവണം. അത് പ്രോഡക്റ്റ് റിപ്പോർട്ടിൽ കാണിച്ചാൽ മതി. അപ്പൊ ഇതാണ് ഇത് സംഭവം. ഇത് പിന്നെ ഒരു 5 വർഷത്തെ പ്രവർത്തന കരാറുമാണ്. ഈ പൈസ മേടിച്ചു കഴിഞ്ഞാൽ 5 കൊല്ലം നിർത്തി കഴിഞ്ഞാൽ സർക്കാരിന് പൈസ തിരിച്ചു പിടിക്കാം. ഇതുവരെ അത് തിരിച്ചു പിടിച്ചാൽ എനിക്കറിയത്തില്ല. PMHP നമ്മൾ തിരിച്ചു പിടിച്ചിട്ടുള്ള കേസ് എനിക്കറിയാം. പക്ഷെ ഈ 5 വർഷത്തെ കേസ് കരാർ ഇതുവരെ പക്ഷെ എല്ലാവരും തന്നെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. കാരണം 1 പ്രാവശ്യം സർക്കാരോട് എഗ്രിമെന്റ് വയ്ക്കും. പിന്നെ മറ്റൊരു കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. സാബു സാർ ആദ്യം ചോദിച്ചതിൻ്റെയൊക്കെ മറുപടിയാണ്. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു 3-4 കൊല്ലമായിട്ട് സംരംഭകർക്ക് പൈസ കൊടുക്കാനുണ്ട്. കാരണം ഇത് പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പണിയെന്ന് വെച്ചാൽ കളക്ടറാണ് ഈ കമ്മിറ്റിയുടെ ചെയർമാൻ, ജില്ലാ കളക്ടറാണ്. അപ്പോൾ ഒരു 2-3 മാസം കൂടുമ്പോൾ കളക്ടറേറ്റ് വെച്ച് ഇതിന്റെ കുറ്റവും കുറവെല്ലാം തീർന്നു ഞങ്ങൾ അപേക്ഷ നോക്കും. ഞങ്ങളുടെ താലൂക്കിലായെങ്കിൽ ഞാനത് വെരിഫൈ ചെയ്തിട്ട് നമ്മൾ വളരെ പെട്ടെന്ന് 2 ദിവസത്തിനുള്ളിൽ ഞാൻ പെട്ടെന്ന് 2 ദിവസം പരമാവധി 2 ദിവസത്തിനുള്ളിൽ തിരക്കാണെങ്കിൽ ഞാൻ എൻ്റെ കൈ വന്നാൽ ഞാൻ താഴോട്ട് വിടാറുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പാർട്ടിക്ക് അന്നേരം തിരിച്ചു കൊടുക്കും. മാക്സിമം 2 ദിവസം ഞാൻ വെച്ചോണ്ടിരിക്കുക, എൻ്റെ കൈ വിളിച്ചോണ്ടിരിക്കുക, ചിലപ്പോൾ അന്ന് തന്നെ വരും. അപ്പോൾ അതിന് വന്നു കഴിഞ്ഞാൽ ജില്ലാ ഓഫീസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരും നോക്കി അവർ വെരിഫൈ ചെയ്തിട്ട് എന്തെങ്കിലും ഡോക്യുമെന്റ് കുറവുണ്ടെങ്കിൽ അവർ വിളിക്കും, അവർ റിട്ടേൺ കൊടുക്കും ഒക്കെ ചെയ്യും. അതെല്ലാം ചെയ്ത് ഓക്കെ ആണെങ്കിൽ കളക്ടറുടെ ഫിനാൻസിന്റെ ഓഫീസറും അങ്ങനെ കുറെ ഇവിടുത്തെ GM അല്ലെങ്കിൽ കൺസേൺ മാനേജർ ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ട്. ഈ കമ്മിറ്റി കൂടിയിട്ട് അവരിത് പാസ്സാക്കി വെച്ച് ട്രഷറിയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉത്തരവാദിത്വം ഞങ്ങൾ വിട്ടു, സർക്കാർ ട്രഷറിയിൽ പൈസ വേണം. അങ്ങനെ ഒരു 3 വർഷത്തെ പൈസ ഇപ്പോഴും പെൻഡിങ് ഉണ്ട്. കഴിഞ്ഞ 1 മാസം 1.5 മാസം കൊണ്ട് 70 ലക്ഷം രൂപ വന്നെന്ന് പറഞ്ഞായിരുന്നു. 70 ലക്ഷം രൂപ സത്യം പറഞ്ഞാൽ 70 ലക്ഷം നമുക്ക് വലിയ എമൗണ്ട് ആയിട്ട് തോന്നും. പക്ഷേ ഈ സ്കീമിനെ സംബന്ധിച്ച് 70 ലക്ഷം ഒന്നുമല്ല. കാരണം ഇവിടെ 40 ലക്ഷം വരെ പരമാവധി സബ്സിഡിയുള്ള മേടിക്കാൻ എലിജിബിലിറ്റി ഉള്ള സംഭവങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. 40 ലക്ഷം വെച്ച് 2 യൂണിറ്റ് വന്നാൽ തന്നെ 80 ലക്ഷമായി. 70 ലക്ഷം കൊണ്ട് എന്ത് ചെയ്യാനാ? ഇത് കേരളം മുഴുവനുള്ള പ്രശ്നമാണ്. സർക്കാരിന് പൈസ ഇല്ല. ഞാനിപ്പോൾ കൂടുതൽ പറഞ്ഞാൽ ഗവൺമെന്റ് വിമർശനമാണ്, ഞാൻ പറയുന്നില്ല. സർക്കാരിന് പൈസ ഇല്ല. സോ അതുകൊണ്ട് ഈ സ്കീം ഇപ്പം 70 ലക്ഷം വന്നിട്ടുണ്ട്. എനിവേ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്തിടും. പിന്നെ പലരൊക്കെ വിളിക്കുമ്പോൾ ഞങ്ങളതൊക്കെ പറഞ്ഞ് മുങ്ങിക്കൊണ്ടിരിക്കും. കാരണം പക്ഷെ കിട്ടും കേട്ടോ, പൈസ കിട്ടാവുന്നിരിക്കത്തില്ല. കാരണം സ്കീമിൽ അത് ഫണ്ട് വരുന്നതനുസരിച്ച് വന്നുകൊണ്ടിരിക്കും. പക്ഷെ അതുകൊണ്ട് ഫണ്ട് ഇപ്പം ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കാതിരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. ഞങ്ങൾ ആപ്ലിക്കേഷൻ പ്രോസസ് ചെയ്ത് ട്രഷറി എത്തിക്കാനുള്ള പരിപാടി ഞങ്ങൾ ചെയ്യും. ഇതാണ് ഇത്ര പരിപാടി സംഭവം എന്റർപ്രണർ സപ്പോർട്ട് സ്കീം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സർ വളരെ ക്ലിയർ ആണ്. ഇനി ഇത് ഇനിഷ്യലി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും സാധാരണ നമ്മൾ ചെയ്യുന്നത് ഓൺലൈനിലാണ് അല്ലെ? ഓൺലൈനിൽ. ഹലോ
ഇനിഷ്യലി നമ്മൾ ഓൺലൈനിൽ അപ്ലൈ ചെയ്യുമല്ലേ ചെയ്യുന്നത്? ഓൺലൈൻ അപ്ലൈ ചെയ്യണം. അതെ സാർ. അത് വ്യവസായ വകുപ്പിന്റെ ഓൺലൈനിൽ അപ്ലൈ ചെയ്യും. പിന്നെ ഓൺലൈൻ പോർട്ടലുണ്ട്, അപ്ലൈ ചെയ്യണം. ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. കാരണം എനിക്ക് വ്യക്തിപരമായിട്ട് ഏറ്റവും ഇഷ്ടമുള്ള സ്കീമിൽ ഒന്നാണ്. കാരണം എന്നാ അറിയാമോ, വലിയ സംരംഭങ്ങൾ ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ കൊടുത്ത് പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞ കഴിഞ്ഞ ആഴ്ചയൊക്കെ പറഞ്ഞ അനുബന്ധമായിട്ട് ഒരുപാട് സംരംഭങ്ങൾ ഉണ്ടാകും. സാർ അതുപോലെ തന്നെ ഈ മുദ്രയില് നമുക്ക് സബ്സിഡി ഇല്ലാത്ത സ്കീം നമുക്ക് ഇങ്ങനത്തെ ഈ കടത്തിവിടാം. ഒരു ലോണ് മാത്രമാണ്, സബ്സിഡി അല്ലല്ലോ. ഇല്ല, അപ്പൊ അതിന് സബ്സിഡി ഉള്ളതാക്കി ഈ സ്കീമിൽ കൂടെ നമുക്ക് കറക്റ്റ് വിടാം വേണമെങ്കിൽ. അങ്ങനെയല്ല സാറേ, അതായത് അങ്ങനെ ക്ലബ് ചെയ്യില്ല, അങ്ങനെ ചിന്തിക്കില്ലേ. മുദ്ര എന്ന് പറഞ്ഞാൽ ലോണാണ്. നമ്മൾ ആ ലോൺ എടുത്തൊരു സംരംഭം തുടങ്ങുന്നു. ഞാൻ പറഞ്ഞല്ലോ, എന്റർപ്രൈസ് സപ്പോർട്ട് സ്കീമിനകത്ത് ഈ മെഷീൻ മേടിക്കാൻ ചിലവാക്കിയ പൈസയുടെ സോഴ്സ് ഞങ്ങൾ നോക്കുന്നില്ല. ആ രീതിയിലാണ് അവൻ മുദ്ര എടുക്കുകയോ സ്വർണം കൊണ്ട് പണയം ചെയ്യുകയോ നമ്മുടെ പേഴ്സണൽ സേവിങ് ഉണ്ടാവുമെങ്കിൽ അത് ചെയ്യാവോ ഒക്കെ ചെയ്യും, ചുറ്റി പിടിക്കുകയൊക്കെ ചെയ്യും. നോ പ്രോബ്ലം. ഇൻവെസ്റ്റ്മെന്റ് വന്നാൽ മതി. ഓക്കെ, അപ്പൊ വളരെ ക്ലാരിറ്റി ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇതൊരു ഈ സ്കീം അപ്ലൈ ചെയ്യാം. 5 തിരിച്ചടവില്ല സബ്സിഡി കിട്ടാൻ 5 വർഷം എടുക്കും അല്ലെ? 5 വർഷം. ഇത് സബ്സിഡി വെച്ചാൽ സാർ ഒരു ഗിഫ്റ്റാ തരുന്നത്, മനസ്സിലായോ? ഇത് ലോൺ അല്ലല്ലോ, നമുക്ക് തരുന്നൊരു ഗിഫ്റ്റാ. നമ്മൾ ഉടനെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരുന്നത്. അത് എടുത്തു കഴിഞ്ഞാൽ ഒരു 5 വർഷത്തും പ്രവർത്തന കരാർ സർക്കാരുമായിട്ട് എഗ്രിമെന്റ് വെക്കണം. 5 വർഷമെങ്കിലും അത് ആ യൂണിറ്റ് മുന്നോട്ട് കൊണ്ടുപോകണം. അതെ, 5 വർഷം പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ് എഗ്രിമെന്റ് വെക്കും. അത് കഴിഞ്ഞ് നടത്തിയാൽ ഞങ്ങളൊന്നും പുറകെ പോകത്തില്ല. ഇപ്പൊ ഏറ്റവും കൂടുതൽ കർശനമായ ഓഡിറ്റുള്ള സാധനം സാറേ, സർക്കാരിന്റെ പൈസ ഏറ്റവും കൂടുതൽ റണ്ണാകുന്ന ഈ സ്കീമാണ് ഇപ്പൊ. സാർ ഏറ്റവും കൂടുതൽ റണ്ണാകുന്നത് ഒരു സ്കീം തന്നെയാണ്. പക്ഷെ ഇത് ഒരു ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഉൽപാദന മേഖലയ്ക്ക് മാത്രമേ ഉള്ളൂ, സർവീസിനില്ല. മാത്രമല്ല, തുടങ്ങിപ്പോയൊരു യൂണിറ്റിന് സബ്സിഡി എടുക്കാൻ പറ്റിയ, ഇൻട്രസ്റ്റ് അല്ല, സബ്സിഡി എടുക്കാൻ പറ്റിയ ഏക സ്കീം ഇതാണ്. ഒരു ബ്യൂട്ടി പാർലർ PMGP തുടങ്ങാം. പക്ഷെ 2 കൊല്ലമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ബ്യൂട്ടി പാർലറിന് നമുക്ക് സബ്സിഡി തരാൻ നിർവാഹമില്ല. തുടങ്ങാൻ പറ്റും, പക്ഷേ സമയം 2 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ചപ്പാത്തി യൂണിറ്റിന് ഒന്നുകൂടെ മോഡേണൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ സബ്സിഡി വെക്കാൻ പറ്റും. ഇതിനകത്ത് ചെയ്യാം. റിനോവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, റിനോവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ റിനോവേറ്റ് ചെയ്താൽ പറ്റും. ഓക്കെ. വേറെ എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും? വേറെ ആരെങ്കിലും ഉണ്ടോ? ഓമർ സാർ, ജോർജ് സാർ, മാത്യു സാർ, ആര്യ, ലഹനാൻ സാർ. സോ വളരെ ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്കീമാണ്. ഒരു എന്റർപ്രണർ ആവാൻ മനസ്സിൽ ആഗ്രഹം ജനിക്കുന്ന വ്യക്തിക്ക് വളരെ ക്ലിയർ കട്ട്, യാതൊരു സംശയം വരാത്ത രീതിയിൽ എനിക്ക് ഈ കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയുമോ, എൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, എൻ്റെ ഔട്ട്പുട്ട് എന്താണ്, ആ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, സാമ്പത്തിക സ്രോതസ്, ഇത്രയും കാര്യങ്ങൾ ഉള്ളിൽ കണ്ടുകൊണ്ട് മുന്നേറുമ്പോൾ ഉണ്ടാകുന്ന സംശയങ്ങൾക്കാണ് ലോറൻസ് സാറ് വളരെ ക്ലിയർ കട്ടായ ഒരു ഉത്തരം നമുക്ക് തന്നത്. സാറിൻ്റെ പ്രസന്റേഷനിൽ സാറ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഞാനിത് ഒരു 5 കാര്യം പറയുന്നു. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഒരു ഇൻട്രാക്ഷനുള്ള വഴിയും തന്നിരിക്കുന്നു. അവിടെ യാഥാർത്ഥ്യങ്ങളിലേക്ക് മാത്രമാണ് സാറ് വെളിച്ചം വീശുന്നത്. വളരെ നല്ല രീതിയിലുള്ളൊരു അറിവാണ് എനിക്ക് കിട്ടിയത്. ഞാൻ എന്റർപ്രൈസിങ്ങിലേക്ക് പോകുന്നില്ല, പക്ഷെ അതെന്താണ്, മറ്റൊരാൾ നമ്മളോട് സാർ ഇങ്ങനെയൊക്കെ എന്താണ് ചെയ്യുക നമുക്ക് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം നമ്മുടെ കയ്യിൽ കിട്ടി എന്നുള്ളതാണ് എനിക്ക് ഈ ക്ലാസ് കൊണ്ട് കിട്ടിയ നേട്ടം. ഒത്തിരി നന്ദി സർ, ഒത്തിരി നന്ദി. താങ്ക് യു. താങ്ക് യു സാർ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ജോർജ് സാർ കേൾക്കുന്നുണ്ടോ? മാത്യു സാർ, ഹരിയാന, കുമാർ സാർ. സാറേ ഒത്തിരി സന്തോഷം.
താങ്ക് യു ലോറൻസ് സാറേ. ലോറൻസ് സാറേ, നമ്മൾ ആ ഇടുന്നതിന്റെ ഓർഡർ ഒന്ന് എനിക്ക് അത് പറയണേ. ഞാൻ തരാം സാർ. തരാം. ജോർജ് സാർ. അല്ല, ജോർജ് സാർ എന്തോ പറയുന്നുണ്ടായിരുന്നു. അതെ സാറേ, ലോറൻസ് സാറേ ഇത് തന്നെ പറയുമോ? ഞാൻ പണ്ട് ഇതേപോലെ ഈ തൊഴിലന്വേഷിച്ച് നടന്ന ഒരു കാലഘട്ടം. അപ്പോൾ നാട്ടിലൊരു സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് ജില്ലാ വ്യവസായ കേന്ദ്രം വരെ ഒക്കെ പോവുകയൊക്കെ ചെയ്തതാ. പിന്നെ ഖാദിയുടെ യൂണിറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു അന്വേഷണമൊക്കെ നടത്തി. അതല്ല, പലപ്പോഴും ഇത്ര ആത്മാർത്ഥതയുള്ള ഉദ്യോഗസ്ഥരെ കിട്ടുക എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമൊന്നുമല്ല. ഇത് ഒരു ചെലവുമില്ലാതെ ഇത്രത്തോളം സുന്ദരമായ കാര്യങ്ങൾ ഓരോന്നോരോന്ന് വളരെ ക്ലാരിറ്റി, അത് ആത്മാർത്ഥമായി തന്നെ പറഞ്ഞു തന്നു. ഒരു സംരംഭം തുടങ്ങാനിരിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാനുള്ള വഴികളെല്ലാം സാർ കാണിച്ചു തന്നിട്ടുണ്ട്. ഈ റെക്കോർഡ് ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടും, അവരത് യൂട്ടിലൈസ് ചെയ്യും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുക. സാറേ, ഈ പഞ്ചായത്തിന്റെ മാത്രം ലൈസൻസ് എടുത്തോണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി പ്രശ്നം ഉണ്ടായിരുന്നു. ലൈസൻസിന്റെ ഒരു ക്ലാസ് വെക്കാം സാർ. ആട്ടെ, പഞ്ചായത്തിന്റെ മാത്രം ലൈസൻസ് കൊണ്ട് നടത്താവുന്ന പ്രവർത്തനങ്ങളില്ലേ? ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. ഓക്കെ സാർ. താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ മറ്റു ചോദ്യങ്ങളൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. ഒമാർ സാർ കേൾക്കുന്നുണ്ടോ? ഓക്കെ സാർ, അപ്പം ലോറൻസ് സാർ താങ്ക് യു. അടുത്തൊരു ദിവസം നമുക്ക് പുതിയൊരു സെഷനുമായിട്ട് വരാം. തീർച്ചയായിട്ടും ഇത് കളക്റ്റീവായിട്ടുള്ള ഒത്തിരി ബെനിഫിറ്റുകൾ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു പൊതു അവയർനെസ്, അല്ലെ, ഒരു പൊതു ബോധം വ്യക്തികളിൽ സൃഷ്ടിക്കാൻ ഇത് വളരെയധികം ഗുണകരമാകും. സോ താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു വൺസ് അഗെയിൻ. വീണ്ടും നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കിൽ കാണാം. Sir, conclude. Okay, sir. Thank you. Thank you and good night.